ആ പ്രവാചകന്മാർ കൊണ്ടുവന്ന അല്ലാഹുവിന്റെ മനുഷ്യർക്കുള്ള അല്ലെങ്കിൽ ഈ സൃഷ്ടികൾക്കുള്ള ജീവിത പദ്ധതിയാണ് ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത്. വദഉൽ ഇലാഹിയ്യുൻ സായിഖുൽ ലിദവിൽ ഉഖൂൽ ബിഖ്തിയാരിഹിമുൽ മഹ്മൂദ്. ദീൻ എന്ന് പറഞ്ഞാൽ തന്നെ ദൈവികമായ ഒരു സംവിധാനമാണ്. മനുഷ്യരെ അവരെ നന്മയിലേക്ക് നയിച്ചു കൊണ്ടുപോകാൻ സത്താവ് സംവിധാനിച്ചിട്ടുള്ള സംവിധാനമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത്. ആ ദീനുൽ ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ ലോകത്തിന് കൈമാറാൻ വേണ്ടി അവൻ പറഞ്ഞയച്ച പ്രവാചകന്മാർ ലക്ഷത്തിൽ പരം വരും. അതിലവസാനത്തെ കണ്ണിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകന്മാർ നമ്മളെ പോലത്തവരല്ല. കാരണം അവർക്ക് ഇന്ദ്രിയാതീത ലോകവുമായി ബന്ധപ്പെടാൻ കഴിവുള്ളവരാണ്. നമുക്ക് അപ്രാപ്യമായ ലോകവുമായി ബന്ധപ്പെടാൻ സാധിക്കുന്നവരാണ്. സൃഷ്ടാവായ അല്ലാഹു നമുക്ക് കാണാൻ പറ്റുന്നവരല്ല ഈ ലോകത്ത്. സൃഷ്ടാവായ അല്ലാഹുവിനെ കേൾക്കാൻ നമുക്ക് സാധ്യമല്ല ഈ ലോകത്ത്. സൃഷ്ടാവായ അല്ലാഹുവിനെ തൊട്ടോ മണത്തോ രുചിച്ചോ കണ്ടോ അറിയാൻ സാധ്യമല്ല ഈ ലോകത്ത്. നമുക്ക് അപ്രാപ്യമായ ലോകവുമായി കൊണ്ട് ആ പ്രവാചകന് മലായിക്കത്തിനെ കാണാൻ പറ്റും. അദൃശ്യ ലോകത്തെ ബന്ധപ്പെടാൻ അവർക്ക് സാധിക്കും. ഒരു അന്ധനായ ആളും കാഴ്ചയുള്ള ആളും എത്രമാത്രം വ്യത്യാസമുണ്ടോ അതുപോലെ വ്യത്യാസമുണ്ട് സാധാരണ കാഴ്ചയുള്ള നമ്മളും മഹാന്മാരായ പ്രവാചകന്മാരുമെന്ന് മഹാനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പണ്ഡിതന്മാർ ഉദ്ധരിക്കുകയാണ്. അവർക്കൊരു കഴിവുണ്ട്. ആ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് വരാനിരിക്കുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. അദൃശ്യ ലോകത്തുള്ള ലൗഹുൽ മഹ്ഫൂദിലെ ലോകത്തെ മുഴുവൻ കാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ടുള്ള ലൗഹുൽ മഹ്ഫൂദിലെ കാര്യങ്ങൾ വായിച്ചറിയാൻ അവർക്ക് സാധിക്കും എന്ന് ഇബ്നു ഹജർ അസ്ഖലാനി പറയുന്നു. വീണ്ടും സുദീർഘമായി പറയുന്നുണ്ട്. പ്രവാചകന്മാർക്ക് പല പ്രത്യേകതകളുമുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രത്യേകതയാണ് ഭൂമിയുടെ അങ്ങേയറ്റത്തുള്ള കാര്യങ്ങൾ ഇവിടെ നിന്ന് അവർക്ക് ദർശിക്കാൻ കഴിയും. ഭൂമിയുടെ ഏത് ഭാഗത്തു നിന്നും അവർക്ക് കേൾക്കാൻ സാധിക്കും. മറ്റുള്ളവർക്ക് കേൾക്കാൻ പറ്റാത്തത്. ബീബി ആയിഷ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഒരിക്കൽ പറഞ്ഞില്ല, ആയിഷ ജിബ്രീൽ നിങ്ങളോട് സലാം പറയുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, തറാ മാ ലാ നറാ, ഞങ്ങൾക്ക് കാണാൻ പറ്റാത്തത് പലരും അങ്ങേക്ക് കാണാൻ പറ്റും. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളടക്കം ലോകത്തെ പ്രവാചകന്മാർ അവർ അസാധാരണക്കാരായിരുന്നു. അവർ സാധാരണ പ്രകൃതിയിലുള്ളവരായിരുന്നില്ല. നമുക്ക് അപ്രാപ്യമായ, നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത അദൃശ്യ ലോകവുമായി അദൃശ്യ സംവിധാനങ്ങളുമായി ബന്ധപ്പെടാൻ കഴിവും പ്രാപ്തിയും അതിന്റെ പ്രകൃതിയിലുമാണ് അല്ലാഹു അവരെ പറഞ്ഞയച്ചിട്ടുള്ളത്. ആ പറഞ്ഞയച്ച പ്രവാചകന്മാരിലെ അവസാനത്തെ കണ്ണിയാണ് നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ഷാഹിദാ, നബിയെ അങ്ങയാണ് ഞാൻ ഈ ലോകത്തേക്ക് എന്റെ സാക്ഷിയായി പറഞ്ഞയച്ചത് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. നബിയാണ് അല്ലാഹുവിനെ കണ്ടത്, നബിയാണ് സ്വർഗ്ഗം കണ്ടത്, നബിയാണ് നരകം കണ്ടത്, നബിയാണ് എല്ലാം അറിഞ്ഞത്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകനിക്ക് അല്ലാഹു നൽകിയിട്ടുള്ള നമ്മുടെ ജീവിത പദ്ധതിയായി അവൻ ഇറക്കി കൊടുത്തിട്ടുള്ള ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ആ ഖുർആനിന്റെ അവതരണ ശൈലിയും മറ്റും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. 13 വർഷക്കാലമാണ് ഹിറായിൽ നിന്നും തുടങ്ങിയ പരിശുദ്ധ ഖുർആനിന്റെ അവതരണം ആരംഭിച്ചതും അത് അവസാനിച്ചതും 23 വർഷക്കാലം കൊണ്ടാണ്. ആ 23 വർഷക്കാലത്തിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് മാനവകുലത്തിന്റെ ജീവിത പദ്ധതിയായ പരിശുദ്ധ ഖുർആനിലെ സൂക്തങ്ങൾ അല്ലാഹു അവതരിപ്പിച്ചു കൊടുക്കുമ്പോൾ ബീബി ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിലായിരിക്കും പലപ്പോഴും തങ്ങള്. പക്ഷേ ആയിഷ ബീവി കേൾക്കുന്നില്ല. സ്വഹാബിവര്യന്മാരുടെ ഇടയിൽ ഇരിക്കുമ്പോഴായിരിക്കും പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളുമായി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരാറുള്ളത്. പക്ഷേ സ്വഹാബത്തിന് അത് കേൾക്കാൻ കഴിയുന്നില്ല. അല്ലാഹുവിന്റെ സന്ദേശത്തെ അല്ലാഹു മുത്തനബിക്ക് നൽകിയത് സ്വകാര്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ആ ഖുർആൻ എന്താണെന്ന് അറിയുന്നവർ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഖുർആനിന്റെ വിശദീകരണം എന്താണെന്ന് അറിയുന്നവരും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസ്, പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പറഞ്ഞു, നബിയെ അങ്ങേക്ക് നാം ഖുർആൻ ഇറക്കി തന്നത് അങ്ങ് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ നമുക്ക് അല്ലാഹുവിന് നമുക്ക് ഓരോരുത്തർക്കും ഇവിടെ കാക്കക്കും പൂച്ചക്കും അല്ലെങ്കിൽ കോഴിക്കും അവയുടെ ജീവിത പദ്ധതി അല്ലാഹു ജന്മസിദ്ധമായി നൽകിയതുപോലെ നമുക്കും നൽകാമായിരുന്നു. പക്ഷേ അല്ലാഹു അങ്ങനെയല്ല. മാനവകുലത്തിന്റെ തുടക്കം മുതൽ ഈ മനുഷ്യരാകുന്ന നമ്മുടെ ജീവിത പദ്ധതിയെ നൽകിക്കൊണ്ടിരുന്നത് നമുക്ക്
നമ്മുടെ ജീവിത പദ്ധതി പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് വിശദീകരിച്ചു തരേണ്ടുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സത്താവ് പറഞ്ഞതുപോലെയാണ് സൃഷ്ടികൾ ജീവിക്കേണ്ടുന്നത് എന്നതിൽ ആർക്കും തർക്കമില്ല. ആ സത്താവ് പറഞ്ഞത് കേട്ടത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ വിശദീകരണം അല്ലാഹു പഠിപ്പിച്ചു കൊടുത്തതും മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വിശദീകരണം തങ്ങൾ 23 വർഷക്കാലം കൊണ്ട് പൂർത്തിയാക്കി കൊടുത്തു. ആർക്ക്? നമുക്കത് കേൾക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ല. നമ്മൾ അതിന്റെ അനുഭവസ്ഥരല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആർക്കാണ് വിശദീകരിച്ചു കൊടുത്തത്? ആർക്കാണ് വിശദീകരിച്ചു കൊടുത്തത്? അസ്ഹാബു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബിയുടെ ഖുർആനിന്റെ വിശദീകരണമാകുന്ന തിരുവചനങ്ങൾ മുഴുവനും കേട്ടത് അവിടുത്തെ ശിഷ്യന്മാരായ സ്വഹാബയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാമിൽ സ്വഹാബത്തിനെ മാറ്റി നിർത്തിയിട്ട് അല്ലാഹുവിന്റെ സന്ദേശം ഉൾക്കൊള്ളാൻ ഒരാൾക്കും സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല ഘട്ടങ്ങളിലായി ഉമ്മത്തിനെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഉഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളു അൻഹു. സ്വഹാബത്തിനെ അനുസരിച്ചവൻ അവൻ സത്താവിന്റെ പൊരുത്തം സമ്പാദിച്ചവനാണെന്ന് കഠാമയമായി പറയുന്നുണ്ട് പരിശുദ്ധ ഖുർആൻ. അസ്ഹാബീ കൻ നുജൂം ബിഅയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും. എൻ്റെ സ്വഹാബ അവരാണ് നിങ്ങളുടെ മാർഗ്ഗദീപങ്ങൾ, അവരാണ് നിങ്ങളുടെ മാർഗദർശികൾ, അവരാണ് നിങ്ങളുടെ മാർഗവിളക്കുകൾ. അവരിൽ നിങ്ങൾ ആരെ അനുധാവനം ചെയ്തോ, നിങ്ങൾ അവരിൽ ആരെ മുറുകെ പിടിച്ചോ, ഇഹ്തദൈതും നിങ്ങൾ വഴിപിഴക്കില്ലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഉമ്മത്തിൽ അവസാന കാലഘട്ടം വരുമ്പോ വിഭാഗീയതകൾ ദീനിന്റെ ആദർശത്തിന്റെ പേരിൽ രൂപപ്പെടുമെന്ന് പഠിപ്പിച്ചപ്പോ ആ ആദർശ വ്യതിയാനം സംഭവിക്കാതെ, ദിശ തെറ്റാതെ, സ്വർഗ വഴിയിൽ നിന്ന് വ്യതിചലിക്കാതെ, നരകത്തിലേക്കുള്ള വഴിയിലേക്ക് പ്രവേശിക്കാതെ സ്വർഗ വഴിയിൽ അടിയുറച്ചു നിൽക്കാനുള്ള നമ്മുടെ അവലംബവും മാർഗവുമായി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് സ്വഹാബ ചോദിച്ചു, മൻ ഹിയ യാ റസൂലല്ലാഹ്. 73 വിഭാഗമായി ഭിന്നിക്കുകയും അതിൽ 72 നരകത്തിലേക്കുള്ളതും 1 മാത്രമേ സ്വർഗവഴിയിലുള്ളൂ എന്നും പ്രവാചകർ ദീർഘവീക്ഷണം പറഞ്ഞപ്പോ അതിലേതാണ് നബിയെ സ്വർഗത്തിന്റെ വഴിയിലുള്ളത് എന്ന് ചോദിച്ചപ്പോ പ്രവാചകർ അതിന് പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു, മാ അന അലൈഹി വഅസ്ഹാബി. ഞാൻ ജീവിച്ച് കാണിച്ചു തന്ന വഴിയിൽ ആരാണോ ഉള്ളത്, ആ വഴി കണ്ടും കേട്ടും അനുഭവിച്ചും പഠിച്ച സ്വഹാബത്തിന്റെ ജീവിത രീതിയിലും നിലപാടിലും ആരാണോ നിലനിൽക്കുന്നത് അവർ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നമ്മൾ മാത്രമല്ല, എല്ലാവരും പറയുന്നു. ഏത് സ്വഹാബത്തിനെ പിടിച്ചാലേ രക്ഷയുള്ളൂ എന്ന് എല്ലാവരും പറയുന്നു. സലഫികൾ എന്നാണ് മുജാഹിദുകൾ അവരെ കുറിച്ച് പരിചയപ്പെടുത്തപ്പെടാറുള്ളത്. അതിന്റെ അർത്ഥം എന്താ? സലഫിന്റെ മാർഗത്തിലുള്ളവരെന്നാണ്. നിങ്ങൾ ഇതൊരു പഠനവേദിയായിട്ട് തന്നെ കാണണം. ഞാൻ വേറൊന്നും പറയാൻ ഉദ്ദേശിക്കണില്ല. അപ്പോൾ ഇതിങ്ങനെ ഈ പഠനവേദിക്കൊരു പ്രശ്നമുണ്ട്. ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ ഉറക്കം വരികയൊക്കെ ചെയ്യും. അത് നിങ്ങൾ ഇവിടെ എനിക്കറിയില്ല, അങ്ങനെയാണ് സാധാരണ കാണാറുള്ളത്. അതിങ്ങനെ ഉറക്കം വരും ചിലപ്പോൾ. അതങ്ങനെ കാണരുത്. നമ്മുടെ പഠനവേദിയായിട്ട് തന്നെ നമ്മളിതിനെ ഉപയോഗപ്പെടുത്തണം എന്ന് സാന്ദർഭികമായി ഉറപ്പെടുത്തണം. ഒന്ന് എല്ലാവരും ഒന്ന് നീച്ചെന്ന് ആരാധരവ് കരുതരുത്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ദഹമൗതദ് കൂട്ടിടും ഇബ്ലീസ് കോസിനെ കാട്ടിടും. നേരം ലഈനവനാട്ടുവാൻ ബദരീകളാൽ പുന റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. എല്ലാവരും ഇത് ജീവിതം എന്തിനു വേണ്ടി ഒരു പുസ്തകമാണ്. അഹ്ലുസുന്ന വൽ ജമാഅ എന്നൊരു ഹെഡിങ് ഉണ്ട്. ഇതിൽ പറവൂരിൽ നിന്ന് കുറച്ച് ആൾക്കാർക്ക് അടി കിട്ടിയില്ലേ? ഈ പുസ്തകം വിതരണം ചെയ്തപ്പോഴാണ് അടി കിട്ടിയത്. ആ പുസ്തകത്തിലുള്ളതാണ്. ഇത് പറവൂർ നിങ്ങളുടെ ജില്ലയില അല്ല, തൊട്ടടുത്ത ജില്ലയിലാണ്. സത്യത്തിൻ്റെ വഴി ഒന്ന് മാത്രം. തർക്കമുണ്ടോ? നമുക്ക് ഉണ്ടോ? ഇല്ലല്ലോ, ആർക്കും തർക്കമില്ല.
വഴി കാണിക്കുക മാത്രമല്ല, വഴി ശരിയെന്ന് പരിശോധിക്കാനുള്ള മാനദണ്ഡം കൂടെ മനുഷ്യർക്ക് നൽകി എന്നതാണ് മറ്റു ആദർശങ്ങളിൽ നിന്ന് ഇസ്ലാമിനെ വേർതിരിക്കുന്ന ഏറ്റവും സുപ്രധാനമായ ഘടകം. തർക്കല്ല. ആകാശത്തിൽ നിന്നൊരു ഗ്രന്ഥരൂപത്തിൽ അവതരിക്കപ്പെട്ടതല്ല ഇസ്ലാമിലെ പ്രമാണങ്ങൾ, അതിലും തർക്കല്ല. ആവശ്യത്തിനും സന്ദർഭത്തിനും സമൂഹത്തിന്റെ വളർച്ചയ്ക്കുമനുസരിച്ച് നിയമങ്ങളും നിർദ്ദേശങ്ങളും അവതരിപ്പിക്കപ്പെടുകയാണ് ഉണ്ടായത്. ഓരോ വചനത്തിന്റെയും പ്രായോഗിക രൂപം സംശയമില്ലാത്ത വിധം പ്രവാചകർ തന്റെ അനുചരന്മാർക്ക് വിശദീകരിച്ചു നൽകുകയും ചെയ്തു. വിശുദ്ധ ഖുർആനിന്റെ ജീവിക്കുന്ന പതിപ്പായിരുന്ന പ്രവാചകൻ അക്ഷരാർത്ഥത്തിൽ പിന്തുടർന്ന അനുചരവൃത്തമായിരുന്നു സ്വഹാബത്ത്. മതത്തിൽ എങ്ങനെ എന്തെല്ലാം വിശ്വസിക്കണമെന്നതിനും ഏത് രൂപത്തിൽ എന്തെല്ലാം അനുഷ്ഠിക്കണമെന്നതിനും അവരാണ് നമുക്ക് മാതൃക. പ്രവാചകനിൽ നിന്ന് നേരിട്ട് മതം പഠിച്ച സ്വഹാബത്തിന് ഇസ്ലാം ഉന്നത സ്ഥാനം നൽകുന്നു. ജനങ്ങളിൽ ഉത്തമരാണവർ, അല്ലാഹു തൃപ്തിപ്പെട്ടവരാണവർ. അവരോടൊപ്പം എത്താൻ ഇനി ആർക്കുമാവില്ല. അവരുടെ മാർഗം സത്യമാർഗം, അവരുടേതല്ലാത്ത മാർഗങ്ങൾ വഴികേട്. അവർ മനസ്സിലാക്കിയതുപോലെ പ്രമാണം മനസ്സിലാക്കുക, അവർ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കുക, അവർ ആചരിച്ചതുപോലെ മതം ആചരിക്കുക എന്നതാണ് വിജയിക്കുന്ന സംഘത്തിൽ ഉൾപ്പെടാൻ നാം ചെയ്യേണ്ടുന്നത്. അൽഹംദുലില്ലാ, വളരെ കറക്റ്റാണ്, ഒന്നും തർക്കല്ല. സ്വഹാബത്ത് എങ്ങനെ വിശ്വസിച്ചോ അങ്ങനെ വിശ്വസിക്കണം, സ്വഹാബത്ത് എങ്ങനെ അനുഷ്ഠിച്ചോ അങ്ങനെ അനുഷ്ഠിക്കണം. സ്വഹാബത്ത് ഏത് നിലപാടിലാണ് ഉണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ മനസ്സിലാക്കണം. ഖുർആൻ അവരാണ് തങ്ങളിൽ നിന്ന് കേട്ടത്. അതുകൊണ്ട് നമ്മൾ ഖുർആൻ ഓതി എന്ത് ആശയവും ആദർശവും പ്രചരിപ്പിക്കുകയാണെങ്കിലും ആ വിഷയത്തോടൊപ്പം സ്വഹാബത്തിന്റെ നിലപാട് എന്ത് എന്ന് കൃത്യമായി വിലയിരുത്തിയാൽ അവരോടൊപ്പം ആരാണോ ഉള്ളത് അവരെ വിജയിക്കൂ. അവരിൽ നിന്ന് ആര് തെറിച്ചു പോയോ അവരാണ് വഴികേടിലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുന്നു. എന്നല്ല നമ്മൾ പിഴച്ചുപോയി എന്ന് പറയുന്ന സലഫികളും അത് പറയുന്നുണ്ട്, അവരും എഴുതി വെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ സുദീർഘമായ ആ ഭാഗം ഒന്നും പറയുന്നില്ല, ഒന്ന് തൊട്ട് പോവാണ്. അപ്പൊ സ്വഹാബത്തിനെ സ്വീകരിക്കണം, സ്വഹാബത്ത് വിശദീകരിച്ച പോലെയാണ് ഖുർആൻ സ്വീകരിക്കേണ്ടത് എന്നാണ് പറയുന്നത്. സ്വഹാബത്താണ് നമ്മുടെ മാർഗദീപം. പക്ഷേ എങ്ങനെ സ്വഹാബത്തിനെ നമ്മൾ അനുസരിക്കും? സ്വഹാബത്തിനെ നമ്മൾ മാർഗദീപങ്ങളാക്കാൻ അവരെ നമുക്ക് കാണാൻ കഴിയണ്ടേ? ഏതെങ്കിലും ഒരു സ്വഹാബിയെ കണ്ടിട്ട് ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന് ചോദിക്കാൻ ഇന്ന് നമുക്ക് അവസരമില്ല. എങ്ങനെ സ്വഹാബത്തിനെ അനുസരിക്കാൻ സാധിക്കും? സ്വഹാബത്തിനെ അനുസരിക്കണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി സ്വഹാബത്തിനെ അനുസരിക്കണമെന്ന് മുഴുവൻ ആളുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സ്വഹാബത്തിനെ അനുസരിക്കാനുള്ള പ്രായോഗികമായ രീതി എന്താണ്? അവരെ കാണാൻ നമുക്ക് സാധ്യമല്ല. അവരെ കണ്ടവരെ കാണണം, പിന്നെ അവരെ കണ്ടവരെ കാണാനും നമുക്ക് സാധ്യമല്ല. പക്ഷേ അവരെ കണ്ടവരെ കാണാൻ സാധിക്കുന്ന ഒരു പ്രായോഗികമായ രീതിയുണ്ട്. അതെന്താണ്? ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഹിജ്റ 80 ജനിച്ച് 150 വഫാത്തായ ആളാണ്. മഹാനായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ലോകത്ത് ദീൻ പ്രചരിപ്പിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത ഈ ഉമ്മത്തിലെ വലിയ നേതാവാണ്. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പഠിച്ച ദീൻ ആരുടെ ദീനാണ്? സ്വഹാബത്തിന്റെ ദീനാണ്. കാരണം ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഒരുപാട് സ്വഹാബത്തിനെ കണ്ടിട്ടുണ്ട്. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ നാം മാതൃകയാക്കിയാൽ അതിന് പ്രായോഗിക രീതിയുണ്ട്. കാരണം അവരുടെ അഭിപ്രായങ്ങൾ മുഴുവനും ഇന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞതനുസരിച്ച് ഒരാൾ ജീവിച്ചാൽ അത് ആര് പറഞ്ഞതനുസരിച്ച് ജീവിക്കലാണ്? ആര് പറഞ്ഞതനുസരിച്ച് ജീവിക്കലാണ്? നിങ്ങൾ പറയണം, എന്റെ കൂടെ നിങ്ങൾ വരണം. ആര് പറഞ്ഞതനുസരിച്ച് ജീവിക്കലാണ്? കാരണം ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മതത്തിലൊന്നും കൂട്ടിച്ചേർത്തയാളല്ല. നമ്മളും പറയും, എല്ലാവരും പറയും, എല്ലാവരും സമ്മതിക്കും. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മതത്തിൽ കൂട്ടിക്കിടത്തിയിട്ടില്ല. ഖുർആൻ അനുസരിച്ചാണ് മതവിധി പറഞ്ഞത്, ഹദീസ് അനുസരിച്ചാണ് മതവിധി പറഞ്ഞത്. ആ ഖുർആനും ഹദീസിന്റെയും വിശദീകരണം അവിടെ നിന്ന് കേട്ടും അനുഭവിച്ചും പഠിച്ചത് അസ്ഹാബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ മദ്ഹബിന്റെ ഇമാമാണ് ഇമാം ദാരിൽ ഹിജ്റ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു 92 ജനിച്ച് ഹിജ്റ 199 വഫാത്തായവരാണ്. സ്വഹാബത്തിനെ കണ്ടോ ഇല്ലേ എന്ന് ചരിത്രത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇല്ല എന്ന് തന്നെ സമ്മതിക്കുക. പക്ഷേ മഹാനവർ ആരെ കണ്ടിട്ടുണ്ട്? ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു കണ്ടിട്ടുണ്ട്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞ വിഷയങ്ങൾ ഇന്ന് നമുക്ക് ഗ്രന്ഥങ്ങളിൽ നിന്ന് ലഭ്യമാണ്. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞതിനനുസരിച്ചാൽ അത് ആര് പറഞ്ഞതനുസരിക്കലാണ്? അത് ആരുടെ നിലപാടാണ്? ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ നിലപാടാണ്, മഹാന്മാരായ സ്വഹാബത്തിന്റെ നിലപാടാണ് എന്നതിൽ സംശയമില്ല. മൂന്നാമത്തെ മദ്ഹബിന്റെ ഇമാമ് നമ്മുടെ ഇമാമുൽ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു. ആരാണവർ? ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ പ്രഗൽഭരായ ശിഷ്യൻ, ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യനാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു മതത്തിന്റെ പേരിൽ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ
അത് മഹാനായ ഉസ്താദിന്റെ നിലപാടും ഉസ്താദിൽ നിന്ന് പകർത്തിയെടുത്തതുമാണ് എന്നതിൽ സംശയമില്ല. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ ഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇന്ന് ഷാഫിഈ ഇമാമിനനുസരിച്ചാൽ അത് സ്വഹാബത്തിനനുസരിക്കലാണ്. നാലാമത്തെ മദ്ഹബിന്റെ ഇമാം ആരാണ്? ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. അവരാരാണ്? ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യനാണ്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ആരെങ്കിലും അനുസരിച്ചാൽ അത് ആര് പറഞ്ഞതനുസരിക്കലാണ്? സ്വഹാബത്ത് പറഞ്ഞതനുസരിക്കലാണ്. തർക്കമില്ല. സാന്ദർഭികമായി ഞാൻ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ പിന്നെ എങ്ങനെ അഹ്മദ് ബിൻ ഹംബൽ ഷാഫിഈ ഇമാമിന്റെ മദ്ഹബിലല്ലല്ലോ വേറെ മദ്ഹബ് രൂപീകരിച്ചത്? അവരെങ്ങനെ അഭിപ്രായ വ്യത്യാസമായത്? ഉസ്താദിന്റെ നിലപാടിന് ആര് മാറിയില്ലേ? ആര് മാറി? അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു മാറിയില്ലേ എന്ന് സംശയം ചോദിക്കാറുണ്ട് ചിലർ. അങ്ങനെ മദ്ഹബ് പാടില്ല എന്ന് പറഞ്ഞ് ഐക്യസംഘം എന്ന പേരിൽ വന്നതിനെന്തിനാ? മുസ്ലിമീങ്ങളൊക്കെ പല മദ്ഹബിലായ അനൈക്യത്തിലാണ്, അതുകൊണ്ട് നമുക്കൊക്കെ ഐക്യപ്പെടണം എന്ന് പറഞ്ഞിട്ട് ആ ഐക്യസംഘം ഉണ്ടാക്കിയത്. പക്ഷേ അതിന്റെ പിന്നിൽ അനൈക്യം ഉണ്ടാക്കലായിരുന്നു എന്ന് കാലം തെളിയിച്ചു. 12ഉം 20ഉം ഗ്രൂപ്പായി. എന്തിന്റെ പേരിൽ? അനുഷ്ഠാനങ്ങളുടെ പേരിലല്ല, കർമ്മത്തിന്റെ പേരിലല്ല, വിശ്വാസത്തിന്റെ പേരിൽ. വിശ്വാസത്തിന്റെ പേരിൽ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ആദർശത്തിന്റെ പേരിൽ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഒരിക്കലും അഭിപ്രായ വ്യത്യാസത്തിലായിട്ടില്ല. അവർ അഭിപ്രായ വ്യത്യാസത്തിലായ ഏതൊക്കെ വിഷയങ്ങളുണ്ടോ ആ വിഷയങ്ങളിലെല്ലാം അസ്ഹാബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തും അഭിപ്രായ വ്യത്യാസത്തിലായിട്ടുണ്ട്. ഷാഫിഈ ഇമാം ഒരു വിഷയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ അഭിപ്രായം ഏതെങ്കിലും ഒരു സ്വഹാബിക്ക് ഉണ്ടാകും. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ശാഖാപരമായ വിഷയത്തിൽ അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ടെങ്കിൽ അതേ അഭിപ്രായം ഒരു സ്വഹാബിക്ക് ഉണ്ടാകും. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതേ അഭിപ്രായം ഒരു സ്വഹാബിക്ക് ഉണ്ടാകും. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ അഭിപ്രായം ഒരു സ്വഹാബിക്ക് ഉണ്ടാകും. അസ്ഹാബിക നുജൂം ബിഅയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും. ഏത് സ്വഹാബത്തിനെ നിങ്ങൾ അനുസരിച്ചാലും അത് നിങ്ങൾക്ക് സ്വർഗ്ഗത്തിലേക്കുള്ള വഴിയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇഖ്തിലാഫുൽ അഇമ്മ റഹ്മത്തുൽ ലിൽ ഉമ്മ. അർഹരായിട്ടുള്ള പണ്ഡിത പ്രതിഭകൾ ഗവേഷണപരമായ വിഷയങ്ങളിൽ ഗവേഷണം ചെയ്തതിന്റെ പേരിൽ ഉണ്ടാകുന്ന അഭിപ്രായാന്തരങ്ങൾ ഈ ഉമ്മത്തിന് ഗുണമാണ്, റഹ്മത്താണെന്ന് പഠിപ്പിച്ചത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെയാണ് ഞങ്ങളുടെ അഭിപ്രായ വ്യത്യാസം പറയാൻ പറ്റൂല. കാരണം ശിർക്കിന്റെയും തൗഹീദിന്റെയും പേരിലാണ് അഭിപ്രായ വ്യത്യാസം. ശാഖാപരമായ വിഷയത്തിലും അഭിപ്രായ വ്യത്യാസത്തിലാവാൻ ഖുർആനും സുന്നത്തും നോക്കിയിട്ട് നമുക്ക് അർഹതയില്ല. കാരണം എന്താ? 4 മദ്ഹബിന്റെ ഇമാമുമാർക്ക് ശേഷം ഖുർആനും സുന്നത്തും നോക്കിയിട്ട് മതവിധി കണ്ടെത്തുന്ന ഏത് പണ്ഡിതനാണ് മുസ്ലിം ലോകത്തുള്ളത്? ലോകത്തെ ഏറ്റവും അറിയപ്പെട്ട ഹദീസ് പണ്ഡിതനല്ലേ ഇമാം അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. അസ്ഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സ്വഹീഹുൽ ബുഖാരി. ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും വിശുദ്ധമായ സ്വീകാര്യമായ ഗ്രന്ഥം സ്വഹീഹാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ. ആ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന് 5 ലക്ഷത്തിലധികം ഹദീസ് ഹൃദയസ്ഥമുണ്ട്. പക്ഷേ അവരുടെ ആചാരത്തെയും അനുഷ്ഠാനത്തെയും ചിട്ടപ്പെടുത്തിയത് അവർ പഠിച്ച ഹദീസുകൾ വെച്ചുകൊണ്ടായിരുന്നില്ല. അവർ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞതനുസരിച്ചാണ് അവരുടെ മതത്തെ ചിട്ടപ്പെടുത്തിയത്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു മദ്ഹബ് സ്വീകരിച്ചു. ഇമാം നസായി റളിയല്ലാഹു അൻഹു മദ്ഹബ് സ്വീകരിച്ചു. ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു മദ്ഹബ് സ്വീകരിച്ചു. ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു മദ്ഹബ് സ്വീകരിച്ചു എന്ന് മാത്രമല്ല, ഇബ്നു ഖൽദൂൻ പറയുന്നുണ്ട് വഖഫ തഖ്ലീദ് ഫിൽ അംസാരി ഇൻദ ഹൗലാഇൽ അർബഅ. ലോകം ചുറ്റി സഞ്ചരിച്ച പണ്ഡിതനാണ് ഇബ്നു ഖൽദൂൻ. അദ്ദേഹം പറയുന്നുണ്ട് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഈ 4 മദ്ഹബിൽ ആളുകൾ അനുസരിച്ച് ജീവിക്കുകയാണ്. നൂറ്റാണ്ടുകൾക്ക് അദ്ദേഹം പറയാണ് ഇക്കാലഘട്ടത്തിൽ ആരെങ്കിലും സ്വന്തമായി മതവിധി ഖുർആനിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കുമെന്ന ഗവേഷണത്തെ അർഹത ഉണ്ട് എന്ന് അവകാശപ്പെട്ടാൽ അവനെ തള്ളപ്പെടേണ്ടതാണ്, അവൻ അനുസരിക്കാൻ പാടില്ല. വഖദ് സ്വാറ അഹ്ലുൽ ഇസ്ലാമിൽ യൗമ അലാ തഖ്ലീദി ഹൗലാഇൽ അർബഅ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതി വെക്കുകയാണ് ഇന്ന് ലോകത്തെ മുഴുവൻ ഇസ്ലാം സ്വീകരിച്ച മുഴുവൻ മനുഷ്യന്മാരും 4 മദ്ഹബിനെ അനുധാവനം ചെയ്ത് ജീവിക്കുകയാണ്. ഇമാം സാബിർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് ലാ യജൂസു തഖ്ലീദു മഅദൽ അർബഅ. 4 മദ്ഹബിനപ്പുറത്തേക്ക് മറ്റൊരു മതം സ്വീകരിച്ചുകൂടാ, മറ്റൊരു അഭിപ്രായം സ്വീകരിച്ചുകൂടാ. വലൗ വാഖബ ഖൗല സ്വഹാബ. 4 മദ്ഹബിലും പെടാത്ത അഭിപ്രായം പറയുന്നത് ഏതെങ്കിലും ഒരു സഹാബി ഉയർത്തി കാണിച്ചിട്ടായിരിക്കും. ചിലപ്പോ വൽ ഹദീസ് സ്വഹീഹ, ബുഖാരിയിലെ ഹദീസ് വെച്ചിട്ടാണ്. മക്കാന യസീദു ഫീ റമദാന വലാ ഫീ ഗൈരിഹി. റമദാനിലും അല്ലാത്തപ്പോഴും തങ്ങൾ 11 റക്അത്ത് മാത്രമേ നിസ്കരിച്ചിരുന്നു എന്ന ഹദീസ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്.
ആ ഹദീസ് വെച്ചിട്ടാണ് തറാവീഹിന്റെ 20 റക്അത്തിന്റെ എണ്ണത്തെ ഗണ്ണിക്കുന്നവർ അത് 11 റക്അത്താണ്, തറാവീഹ് എന്ന നിസ്കാരം തന്നെ ഇല്ല എന്ന ഓരോ അഭിപ്രായങ്ങളിലേക്ക് പോകുന്നത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസ് വെച്ചിട്ടാണ്. അങ്ങനെ ഒരു ഹദീസിനോട് യോജിച്ചു വന്ന അഭിപ്രായമാണെങ്കിലും ശരി, 4 മദ്ഹബിനപ്പുറത്താണോ അത് സ്വീകരിക്കാൻ പാടില്ല. കാരണം ഈ ഹദീസ് ഉദ്ധരിച്ച ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു നിസ്കരിച്ച തറാവീഹിന്റെ എണ്ണം എത്രയാണ്? 20 റക്അത്താണെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ അവര് പറഞ്ഞ ഹദീസ് വെച്ചിട്ട് പിന്നെ 20ന്റെ താഴെ റക്അത്താണ് തറാവീഹിനുള്ളതെന്ന് പറയുന്നത് അത് ആ ഹദീസിന്റെ അർത്ഥമല്ല. കാരണം അത് എഴുതിയ ബുഖാരി ഇമാമിന് തന്നെ ഹദീസിന്റെ അർത്ഥം മനസ്സിലായില്ലെന്ന് പറയുന്നത് അത് വിരോധാഭാസമാണെന്ന് പറയേണ്ടതില്ലല്ലോ. അതാണ് പറഞ്ഞത് സ്വഹീഹായ ഹദീസിനോട് യോജിച്ചു വന്നാലും ശരി അത് സ്വീകരിക്കാൻ പാടില്ല. വൽ ആയത, പ്രത്യക്ഷത്തിൽ ഒരു ആയത്ത് ഓതിയിട്ടാണ് മഹാന്മാരായ 4 മദ്ഹബിന്റെ ഇമാമുകൾ പറഞ്ഞ അപ്പുറത്തേക്ക് ഒരു അഭിപ്രായ പ്രകടനം നടത്തിയ ഒരാൾ കടന്നു വരുന്നതെങ്കിൽ അതും സ്വീകരിച്ചുകൂടാ. വൽ ഖാരിജു അനിൽ മദാഹിബിൽ അർബഅ, 4 മദ്ഹബിനപ്പുറത്തേക്കുള്ള മതം സ്വീകരിച്ചവൻ ളാലുൻ മുദില്ലുൻ, അവൻ വഴി പിഴച്ചവനാണ്, അവനെ നരകത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നവനാണ്. വറുബ്ബമാ അദ്ദാഹു ദാലിക ലിൽ കുഫ്രി, അത് ചിലപ്പോൾ അവനെ കുഫറിലേക്ക് എത്തിച്ചേക്കാം. പറയുന്ന ആശയങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ സ്വഹീഹായ ഹദീസ് ഉണ്ടായേക്കാം, വേണമെങ്കിൽ 100 കണക്കിന് ആയത്തുകൾ അവതരിപ്പിച്ചേക്കാം, ചിലപ്പോൾ സ്വഹാബത്തിന്റെ ഖൗൽ തന്നെ ചിലപ്പോൾ കൊണ്ടുവന്നേക്കാം. പക്ഷേ ആ ഖുർആൻ പഠിച്ചത് സ്വഹാബയാണ്, ആ ഹദീസ് കേട്ടത് സ്വഹാബയാണ്, അവരിൽ നിന്ന് മതം പഠിച്ചത് താബിഈങ്ങളാണ്, അവരിൽ നിന്ന് മതം പഠിച്ചത് തബഉ താബിഈങ്ങളാണ്. അവർ ഖുർആൻ മനസ്സിലാക്കിയതുപോലെ, അവർ ഹദീസ് മനസ്സിലാക്കിയതുപോലെ, അവർ പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ വിലയിരുത്തി മനസ്സിലാക്കിയതുപോലെ പിൽക്കാലത്ത് ഒരാൾക്കും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു മതത്തിനൊരു കാഴ്ചപ്പാട് രേഖപ്പെടുത്തിയത് പരിശുദ്ധ ഖുർആൻ നോക്കിയിട്ടാണ്. ആ പരിശുദ്ധ ഖുർആൻ അവർ വ്യാഖ്യാനം കണ്ടെത്തിയത് അവർ പഠിച്ച 10 ലക്ഷം ഹദീസ് നോക്കിയിട്ടാണ്. അവർ പറഞ്ഞു, എനിക്ക് ആ 10 ലക്ഷം ഹദീസ് നോക്കിയിട്ടും ഒരു വിഷയത്തിന് നിവാരണം കണ്ടെത്താൻ സാധിക്കുന്നില്ല എങ്കിൽ ഞാൻ എൻ്റെ ഉസ്താദായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ അവലംബിക്കുമെന്ന് പറഞ്ഞില്ലേ? ആ 10 ലക്ഷം ഹദീസുകൾ മനസ്സിലാക്കി പരിശുദ്ധ ഖുർആനിനെ വ്യാഖ്യാനം എഴുതി വെച്ച മഹാന്മാർ അവർ പറഞ്ഞതിനെ തിരുത്താൻ ലോകത്തെ പിന്നെ ആർക്കാണ് സാധിക്കുന്നത്? സാധിക്കുന്ന ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ടോ? ഇല്ല, ഇല്ല. അതുകൊണ്ടാ ബുഖാരി ഇമാം അങ്ങനെ ചെയ്യാതിരുന്നത്, അതുകൊണ്ടാ മുസ്ലിം ഇമാം അങ്ങനെ ചെയ്യാതിരുന്നത്. 5ാം നൂറ്റാണ്ടിലെ മുജദ്ദിദ് എന്ന് പറയപ്പെടുന്ന മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹമദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പണ്ഡിതന്മാർ ചർച്ച നടത്തുന്നുണ്ട്. ഖുർആനിലും ഹദീസിലും അവർക്ക് മതവിധി കണ്ടെത്താൻ ഗവേഷണം ചെയ്യാൻ സാധ്യമല്ല. മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഗ്രന്ഥങ്ങൾ നോക്കിയിട്ട് മതവിധികളെ നിർദ്ധാരണം ചെയ്ത് ഗവേഷണം ചെയ്തെടുക്കാനുള്ള കഴിവ് ആർജിച്ചിട്ടുണ്ടോ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദ് ഇമാമുൽ ഹറമൈനി? ഇല്ല എന്നാണ് പണ്ഡിതന്മാരിൽ പലരും പറഞ്ഞത്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഷാഫി ഇമാമിന്റെ ഖൗലുകളിലെ ഷാഫി ഇമാമിന്റെ വാക്കുകൾ നോക്കിയിട്ട് പരിശുദ്ധ ഖുർആനല്ല ഷാഫി ഇമാമിന്റെ വാക്കുകളിൽ ഗവേഷണം ചെയ്ത് പരിശുദ്ധ ദീനിന്റെ മതവിധി കണ്ടെത്താനുള്ള അത്രയും വലിയ പദവി എത്തിച്ചിട്ടില്ല. 5ാം നൂറ്റാണ്ടിലെ മുജദ്ദിദാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു. ഇമാം നവവി റളിയല്ലാഹു അൻഹു ഷാഫിഈ സാനിയല്ലേ, 2ാം ഷാഫി എന്ന പേരിൽ അറിയപ്പെടുന്നവരാണ്. അവർക്ക് ഷാഫി ഇമാമിന്റെ ഗ്രന്ഥങ്ങൾ നോക്കിയിട്ട് ഗവേഷണം ചെയ്യാനുള്ള കഴിവ് ആർജിച്ചിട്ടില്ല എന്നതിനാർക്കും തർക്കമില്ല. അവരെ കുറിച്ച് ചരിത്രം പരിചയപ്പെടുത്തുന്നത് മുജ്തഹിദുൽ ഫത്വ വ തർജീഹ് എന്നാണ്. എന്താണ് അതിന്റെ അർത്ഥം? ഷാഫി ഇമാം പറഞ്ഞ 2 അഭിപ്രായങ്ങൾ ഉണ്ടാകും. ആ 2 അഭിപ്രായങ്ങളിൽ ഏതാണ് ബലപ്പെട്ട അഭിപ്രായമെന്ന് കണ്ടെത്താനുള്ള കഴിവ് മാത്രമേ ഖുതുബായി ജീവിച്ചിട്ടുള്ള ലോകത്ത് ജീവിച്ച കാലഘട്ടത്തിന്റെ ഓരോ ദിവസത്തിന്റെയും എണ്ണത്തിനനുസരിച്ച് ഗ്രന്ഥങ്ങളും പേജുകളും എഴുതിയിട്ടുള്ള ലോകത്തറിയപ്പെട്ട മഹാനായ വിവാഹ ജീവിതം പോലും മറന്നുപോയ ദീൻ ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിച്ചതിന്റെ പേരിൽ വിവാഹ ജീവിതം പോലും മറന്നുപോയ മഹാനായ ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹു അവരൊക്കെ
ഖുർആൻ നോക്കിയിട്ട് മതവിധി കണ്ടെത്താനുള്ള കഴിവെത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, ശാഫി ഇമാമിന്റെ വാക്കുകൾ നോക്കിയിട്ട് മതവിധി കണ്ടെത്താൻ കഴിവാർജിച്ചിട്ടില്ല എന്നാണ് ലോകത്ത് പിന്നീട് അവരെ കുറിച്ച് പരിചയപ്പെടുത്തപ്പെട്ടത്. പിന്നെ ഈ കാലഘട്ടത്തില് നമ്മളൊക്കെ അതിനർഹരാണെന്ന് പറഞ്ഞാൽ മങ്കൂസുൻ, അവൻ തലതിരിഞ്ഞവനാണ്, അവന് മഹ്ജൂറുൻ, അവൻ വെടിയപ്പെടേണ്ടതാണെന്ന് ഇബ്നു ഖൽദൂൻ എഴുതിയത് വളരെ യാഥാർത്ഥ്യമാണ്. ഞാൻ പറഞ്ഞു വന്നത് സ്വഹാബത്തിനനുസരിക്കാനുള്ള പ്രായോഗികമായ രീതി അത് മാത്രമേ ഉള്ളൂ. സ്വഹാബത്തിനനുസരിക്കാനുള്ള പ്രായോഗികമായ രീതി ഈ നാലാലൊരു ഇമാമിനനുസരിക്കുക. ആചാരത്തിൽ, അനുഷ്ഠാനങ്ങളിൽ, വിശ്വാസത്തിലും നമുക്ക് ഇമാമുമാരുണ്ട്, ഇമാം അശ്അരി റളിയല്ലാഹു അൻഹു, ഇമാം മാതുരിദി റളിയല്ലാഹു അൻഹു, രണ്ടാലൊരു ഇമാമിനെ നമ്മൾ സ്വീകരിക്കും. രണ്ടാളും തമ്മിൽ അഭിപ്രായ വ്യത്യാസമില്ല, ആദർശപരമായ രണ്ടാളും അഭിപ്രായ വ്യത്യാസമില്ല. ലോകത്തിന്റെ രണ്ട് ഭാഗങ്ങളിൽ സ്വഹാബത്ത് പഠിപ്പിച്ച വിശ്വാസങ്ങളുടെ പ്രചാരകർ അവരായി രേഖപ്പെടുത്തി എന്ന രീതിയിൽ വിശ്വാസകാര്യത്തിൽ രണ്ട് ഇമാമിങ്ങൾ വന്നു. അതുകൊണ്ടാണ് നമുക്ക് രണ്ടാളെയും സ്വീകരിക്കാം, ആരെയും നമുക്ക് സ്വീകരിക്കാൻ പ്രശ്നമില്ല. പക്ഷെ നമ്മൾ ഷാഫി മദ്ഹബുകാരനാണ്, ഇമാം അശ്അരി റളിയല്ലാഹു അൻഹു നിലക്ക് നമ്മൾ ഇമാം അശ്അരി റളിയല്ലാഹു അൻഹുവിനെ സ്വീകരിക്കുന്നത് മാത്രം. ഇസ്ലാം 3 പാർട്ടാണ്. ഒന്ന് വിശ്വാസം, അത് ഇമാം അശ്അരി റളിയല്ലാഹു അൻഹു അനുസരിക്കുന്നു. മറ്റൊന്ന് കർമ്മം, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അല്ലെങ്കിൽ അതുപോലത്തെ മറ്റു പണ്ഡിതന്മാർ അനുസരിക്കുന്നു. മറ്റൊന്ന് സംസ്കാരം, തസവ്വുഫ്, ഇഹ്സാൻ, അതിൽ നമുക്ക് ഇമാമുണ്ട് സയ്യിദുൽ ത്വായിഫ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു. ഈ 6 ഇമാമിയങ്ങളും ഈ 7 ഇമാമിയങ്ങളും ജീവിച്ചത് ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും, ഉത്തമ നൂറ്റാണ്ട് എൻ്റെ നൂറ്റാണ്ടാണ്, പിന്നെ അതിനടുത്ത നൂറ്റാണ്ടാണ്, പിന്നെ അതിനോട് തൊട്ടടുത്ത നൂറ്റാണ്ടെന്ന് പറഞ്ഞ ആ 3 നൂറ്റാണ്ടുകൾ ജീവിച്ച് വഫാത്തായി പോയി. സ്വഹാബത്ത് പഠിപ്പിച്ച വിശ്വാസങ്ങളെ, അനുഷ്ഠാനങ്ങളെ, സംസ്കാരങ്ങളെ രേഖപ്പെടുത്തി ഉമ്മത്തിൽ ദിശാബോധം നൽകി കഴിഞ്ഞു പോയവരാണ് ഇമാമുമാർ. അവരാരെങ്കിലും അനുസരിച്ചാൽ തീർച്ചയാണ് അത് ആരനുസരിക്കലാണ്? സ്വഹാബത്തിനെ അനുസരിക്കലാണ്, താബീങ്ങളെ അനുസരിക്കലാണ്, ഇസ്ലാമിന്റെ പാരമ്പര്യത്തെ അനുസരിക്കലാണ്. അതുകൊണ്ടാണ് തങ്ങൾ പറഞ്ഞത് അദ്ദീനു അൻ-നസീഹ. ഇമാം നവവി റളിയല്ലാഹു അൻഹു ഹദീസിനെ കുറിച്ച് പറയുന്നത് അതാണ് ദീനിന്റെ ആകത്തുക. അതിൽ ദീൻ മുഴുവൻ അടങ്ങിയിട്ടുണ്ട്. ദീനു അൻ-നസീഹ. ദീൻ എന്ന് പറഞ്ഞാൽ നസീഹത്താണ്. ലിമൻ യാ റസൂലല്ലാഹ്, ആരോട് നസീഹത്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലില്ലാഹ്, സൃഷ്ടാവിനോടുള്ള കടപ്പാട്. വലിക്കിതാബിഹി, ആ സൃഷ്ടാവിനെ പരിചയപ്പെടുത്താൻ വേണ്ടി അവൻ ഇറക്കി തന്ന വേദഗ്രന്ഥത്തോടുള്ള കടപ്പാട്. വലി റസൂലിഹി, മൂന്നാമത് ആ കിതാബിനെ പരിചയപ്പെടുത്താൻ വേണ്ടി അല്ലാഹു നിയോഗിച്ച് പറഞ്ഞയച്ച മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ കടപ്പാട്. നാലാമത് വലി അയിമ്മത്തിൽ മുസ്ലിമീൻ, ഇമാമുമാരുള്ള കടപ്പാട്. റസൂലുള്ളാഹ് ഖുർആനും സുന്നത്തും പറഞ്ഞു നിർത്തിയില്ല. വലി അയിമ്മത്തിൽ മുസ്ലിമീൻ, മുസ്ലിം പണ്ഡിതന്മാരുടെ കടപ്പാട്, അതാണ് ദീനിന്റെ ആകത്തുക. വഅമത്തിഹിം, മുസ്ലിം പൊതുജനത്തോടുള്ള കടപ്പാട്. സുദീർഘമായ ദീൻ മുഴുവൻ അതിലുണ്ട് എന്ന് പറഞ്ഞാൽ അത് വിശദീകരിച്ചാൽ ഒരു കൊല്ലം വിശദീകരിച്ചാലും തീരില്ല, ഖിയാമത്ത് നാൾ വരെ വിശദീകരിച്ചാലും തീരില്ല. അതിൽ ചിലതൊക്കെ പണ്ഡിതന്മാരെണ്ണി. അതിലൊന്ന് ഇമാം നബവി റളിയല്ലാഹു അൻഹു എണ്ണിയത് ഞാൻ പറയാം. വഇന്ന മിൻ നസീഹതിഹിം ഖബൂല മാ റവഹു വതഖലീദഹു ഫിൽ അഹ്കാം. ഇമാമുമാരോട് കടപ്പാട് എന്താ? അവര് പറഞ്ഞത് അണ്ണാക്ക് തൊടാതെ വിഴുങ്ങി അങ്ങോട്ട് സ്വീകരിക്കുക, അവരനുസരിക്കലാണ് ദീൻ. അതില്ലാതെയായാലോ ദീനിന് മുറിക്കപ്പെട്ടു എന്ന് ഇമാം നബവി റളിയല്ലാഹു അൻഹു വിശദീകരണം അനുസരിച്ച് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ആ തിരുവചനത്തെ നമുക്ക് വ്യാഖ്യാനിക്കാവുന്നതാണ്. അപ്പൊ ദീനിന്റെ അടിത്തറയാണ് പണ്ഡിതന്മാരനുസരിക്കൽ. എന്ത് കാരണം? ദീനിന്റെ അടിത്തറയായ സ്വഹാബത്തിനെ സ്വീകരിക്കണമെങ്കിൽ പണ്ഡിതന്മാരെ സ്വീകരിച്ചേ പറ്റൂ. സ്വഹാബത്തിനെ സ്വീകരിക്കാൻ മാത്രമേ മുത്തുനബി അനുസരിക്കാൻ പറ്റൂ. മുത്തുനബി അനുസരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഖുർആനിലെത്താൻ പറ്റൂ. ഖുർആനിലെത്തിയെങ്കിൽ മാത്രമേ നമുക്ക് അല്ലാഹുവിലെത്താൻ പറ്റുള്ളൂ. പരിശുദ്ധ ദീനിന്റെ റൂട്ടതാണ്. ഒറ്റ വചനം കൂടെ ആ വിഷയത്തിൽ ഞാൻ പറഞ്ഞ ആ ഭാഗം അവസാനിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നമുക്ക് പഠിപ്പിച്ച തിരുവചനം, നേരത്തെ പറഞ്ഞ ഹദീസ് 73 വിഭാഗം 70 ജില്ലാനം വിഭാഗമായി ഭിന്നിക്കുമെന്ന് പറഞ്ഞ ഒരു ഹദീസിലുള്ളത് ആ രക്ഷയുടെ മാർഗത്തിലുള്ളവർ ആരാണെന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത് അബുൽ ലൈസ് സമഖന്ദി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ്: ഹും അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. രക്ഷപ്പെടുന്നത് അത് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളാണ്.
എന്താണ് സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ? ജമാഅത്തിൽ ഒന്നാം തലമുറക്കാർ സ്വഹാബത്താണ്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ തങ്ങളുടെ ചര്യയാണ്. സ്വഹാബത്തും മഹാനായ മുത്തനബിയും നിലനിന്ന നിലപാടിലുള്ളവരെന്നാണ് ഒന്നുകൂടെ വിശദീകരിച്ചു പണ്ഡിതന്മാർ പറയുന്നുണ്ട്. സാക്ഷാൽ ഇബ്നു തൈമിയ്യ തന്നെ സുന്നത്ത് ജമാഅത്തിനെ വിശദീകരിച്ചത് ഇങ്ങനെയാണ്: സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ഹും സലഫുൽ ഉമ്മത്തി വ അഇമ്മത്തുഹാ വമൻ തബിഅഹും ബിഇഹ്സാൻ. സുന്നത്ത് ജമാഅത്തെ രക്ഷപ്പെടുകയുള്ളൂ, അവരാണ് സ്വർഗ്ഗത്തിന്റെ വഴിയിൽ, അവരാണ് ഇസ്ലാം. ഏതാണ് സുന്നത്ത് ജമാഅത്ത്? ഹും സലഫുൽ ഉമ്മ, ഈ ഉമ്മത്തിലെ പൂർവികരാണ്. വ അഇമ്മത്തുഹാ, ഈ ഉമ്മത്തിന് നേതൃത്വം നൽകി കഴിഞ്ഞു പോയ പണ്ഡിതന്മാരാണ്. വമൻ തബിഅഹും, ആ പണ്ഡിതന്മാരെ അനുസരിച്ച് ജീവിക്കുന്നവരുമാണ്. ഇബ്നു തൈമിയ്യയുടെ ശിഷ്യനാണ് ഇബ്നു കസീർ. സൂറത്തുർ റൂമിന്റെ 32ാമത്തെ സൂക്തം വിശദീകരിച്ച് വിശദമായി പറയുന്നുണ്ട്: ഈ ഉമ്മത്തും പൂർവ്വ സമുദായങ്ങൾ ഭിന്നിച്ചതുപോലെ വിവിധ കക്ഷികളാകും. കുല്ലുഹാ ളലാല, എല്ലാവരും പിഴവിലാണ്. ഇല്ലാ വാഹിദ, ഒന്ന് മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ. വഹും അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ, അത് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളാണ്. ആരാണ് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ? അൽ മുതമസ്സികൂന ബി കിതാബില്ലാഹ്, അവരെ പ്രമാണം ഖുർആനാണ്. വ സുന്നത്തി റസൂലില്ലാഹ്, അവരെ പ്രമാണം ഹദീസാണ്. ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ചവരാണ്, നിർത്തിയില്ല. വ ബിമാ കാന അലൈഹി സ്വദറുൽ അവ്വലു, ഈ ഉമ്മത്തിൽ ഒന്നാം തലമുറക്കാരെ നിലനിന്ന നിലപാടിലുള്ളവരാണ്. ആരാണ് അവര്? മിനസ് സ്വഹാബ വത്താബിഈന വഅഇമ്മത്തുൽ മുസ്ലിമീന ഫീ ഖദീമിദ് ദഹ്രി വഹദീസിഹി. സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ മിനസ് സ്വഹാബ, അത് സ്വഹാബത്തിന്റെ നിലപാടിലുള്ളവരാണ്. വത്താബിഈന, സ്വഹാബത്തിനെ കണ്ട താബിഈങ്ങളുടെ നിലപാടിലുള്ളവരാണ്. വഅഇമ്മത്തുൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾക്ക് നേതൃത്വം നൽകി മാതൃകയായി കടന്നുപോയ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ മാതൃകയിലുള്ളവരാണ്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മാർഗ്ഗദർശനത്തിലുള്ളവരാണ്. ഇമാം ശാഫിഈ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഇമാം ഗസ്സാലി, ഇമാം നവവി റളിയല്ലാഹു അൻഹും അവരുടെ മാർഗ്ഗത്തിലുള്ളവരാണ്. ഫീ ഖദീമിദ് ദഹ്രി വഹദീസിഹി, പഴയ കാലത്തെ ഇമാമിയങ്ങൾ മാത്രമല്ല, എന്റെ കാലത്തിലെ പുതിയ കാലത്തെ ഇമാമുമാരും കാണിച്ചു തന്ന വഴിയിൽ ആരാണോ ഉള്ളത്? സ്വഹാബത്തിന്റെ മാർഗ്ഗത്തിൽ ആരാണോ ഉള്ളത്? താബിഈങ്ങളുടെ മാർഗ്ഗത്തിൽ ആരാണോ ഉള്ളത്? അവരെ മാത്രമാണ് സുന്നത്ത് ജമാഅത്ത് എന്ന് ഇബ്നു തൈമിയ്യയുടെ ശിഷ്യൻ ഇബ്നു കസീറും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇബ്നു തൈമിയ്യയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്ത് കഴിഞ്ഞുപോയ പണ്ഡിതന്മാരെല്ലാം ഈ ഒരു ആശയം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താ? അല്ലാഹുവിന്റെ സൃഷ്ടികൾക്കുള്ള ജീവിത പദ്ധതിയാകുന്ന പരിശുദ്ധ ഇസ്ലാം. ഇസ്ലാം അല്ലാതെ വേറൊരു വഴി സ്വീകരിച്ചാലും രക്ഷയില്ലെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇസ്ലാം, അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന മതം അത് ഇസ്ലാമാണെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു. ആ മതത്തെ ഉൾക്കൊള്ളാനുള്ള രീതിശാസ്ത്രം ഏതാണ്? ഇമാമുമാർ, സ്വഹാബത്ത്, താബിഈങ്ങൾ, സ്വഹാബത്ത്, മുത്തുനബി, ജിബ്രീൽ, അല്ലാഹ്. ഇതാണ് പരിശുദ്ധ ദീൻ മനസ്സിലാക്കാനുള്ള യഥാർത്ഥ റൂട്ട്. ഇതിനേതല്ല അല്ലാഹുവിന്റെ വചനങ്ങളെ യുക്തി ഉപയോഗിച്ചുകൊണ്ട് വിശദീകരിക്കലല്ല, അല്ലാഹുവിന്റെ വാക്കുകളെ യുക്തി ഉപയോഗിച്ചുകൊണ്ട് വിശദീകരിക്കലല്ല. സ്വഹാബത്തിനനുസരിക്കണം എന്നുള്ള എല്ലാവർക്കും തർക്കമല്ല. ഞാൻ നേരത്തെ പറഞ്ഞതിൽ നമ്മൾ മനസ്സിലാക്കി. പിന്നെ ഏതാ ഈ പറഞ്ഞ റൂട്ട്? ഈ പറഞ്ഞ റൂട്ടിലുള്ളത് ആര് മാത്രം? ഈ പറഞ്ഞ റൂട്ടാണ് യഥാർത്ഥ റൂട്ട്. നേരത്തെ ഉദ്ഘാടനത്തിൽ വളരെ ശ്രദ്ധമായ സംസാരമാണെങ്കിലും വളരെ എല്ലാം അതിലടങ്ങിയിട്ടുണ്ട്. അസൂയ, അഹങ്കാരം, അതാണ് പിഴവിന്റെ അടയാളം. ആദരവ്, അതാണ് ബഹുമാനത്തിന്റെ അടയാളം. അതാണ് ശരിയുടെ അടയാളം. സംശയമില്ല. ലോകത്ത് അള്ളാഹുവിന്റെ പ്രതിനിധിയായി ആദ്യമായി ലോകത്തേക്ക് അവൻ പറഞ്ഞയച്ചത് അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹു വലിയ അറിവ് നൽകി പണ്ഡിതനാക്കി. ആദം നബിക്ക് നൽകിയ ആ അറിവിന്റെ ആദരവ് ബോധ്യപ്പെടുത്താൻ വേണ്ടി ആദം നബിക്ക് മുന്നിൽ നമിക്കാൻ അള്ളാഹുവിന്റെ നിർദ്ദേശമുണ്ടായി. മലക്കുകളെല്ലാം ആ നിർദ്ദേശം പാലിച്ച് ആദം നബിക്ക് മുന്നിൽ സുജൂദ് ചെയ്തു.
ഇല്ല ഇബ്ലീസ്. ഇബ്ലീസ് അബാ, അവൻ വിസമ്മതം പറഞ്ഞു നിർദ്ദേശത്തിന്. വസ്തക്ബറ, കിബ്ർ എന്ന് പറഞ്ഞാൽ ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിലുണ്ട് ജനങ്ങളെ നിസ്സാരപ്പെടുത്തൽ. വസ്തക്ബറ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നിസ്സാരപ്പെടുത്തി. എന്താ പറഞ്ഞത്? ഞാൻ തീയിനാൽ സൃഷ്ടിക്കപ്പെട്ടവൻ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മണ്ണിനാൽ സൃഷ്ടിക്കപ്പെട്ടവൻ. മണ്ണും തീയും നോക്കുമ്പോൾ തീയിനല്ലേ വലിയ മഹത്വമുള്ളത്? മഹത്വമേറി ഞാൻ എന്തിന് മണ്ണിനാൽ സൃഷ്ടിക്കപ്പെട്ട താഴ്ന്നവനായ ഈ ആദമിന് മുന്നിൽ നിൽക്കണം എന്ന് യുക്തി ഉപയോഗിച്ചുകൊണ്ട് മഹത്തുക്കളായ മലായിക്കത്തിന്റെ നിലപാടിനൊപ്പം നിൽക്കാതെ പിശാച് വഴിമാറിയപ്പോൾ വക്കാന മിനൽ കാഫിരീൻ അലൈഹിസ്സലാത്തു വസ്സലാം പറയേണ്ടുന്ന ആളായിരുന്നു. പക്ഷേ ലഅനത്തുല്ലാഹി അലൈഹി എന്ന് ഖിയാമത്ത് നാൾ വരെ ശാപപ്രാർത്ഥന ലഭിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തെ ഏറ്റവും നീചനും നികൃഷ്ടനുമായ എത്രയോ ആരാധന നിർവഹിച്ച ഉന്നതമായ സ്ഥാനത്തുണ്ടായിരുന്ന ഇബ്ലീസ് ആദർശ ഭ്രമം സംഭവിക്കാനും ഭ്രംശം സംഭവിക്കാനും ആദർശ വ്യതിചലനം സംഭവിക്കാനും ഉണ്ടായ കാരണം എന്താണ്? ആദം നബിയാകുന്ന മഹാത്മാവിനെ നിസ്സാരപ്പെടുത്തിയതാണ്. മഹത്തുക്കളായ മലായിക്കത്തിന്റെ നിലപാടിനൊപ്പം നിൽക്കാത്തതാണ്. യുക്തിവാദം പറഞ്ഞതാണ്. പിന്നീട് പിഴച്ച കക്ഷികൾ മുഴുവനും അതേ ഒറ്റ കാര്യത്തിന്റെ പേരിലായിരിക്കും പിഴച്ചു പോയിട്ടുണ്ടാവുക. ഒറ്റ കാര്യത്തിന്റെ പേരിലാണ് എല്ലാവരും പിഴച്ചിട്ടുള്ളത്, അല്ലേ? സുന്നികൾ പറയും സുന്നികളാണ് ശരിയായ ആശയത്തിൽ. മുജാഹിദുകൾ പറയും ഓരാണ് സുന്നത്ത് ജമാഅത്ത്. മൗദൂദികൾ പറയും അവരാണ് സുന്നത്ത് ജമാഅത്ത്. തബ്ലീഗുകാർ പറയും അവരേ സുന്നത്ത് ജമാഅത്തുള്ളൂ എന്ന്. ഖാദിയാനികൾ പിന്നെ പറയേണ്ട ഓരെന്നെയാണ് സുന്നത്ത് ജമാഅത്ത്, ഓരാണ് യഥാർത്ഥ ഇസ്ലാം. എല്ലാ കക്ഷികളും പറയുന്നു അവരാണ് രക്ഷയുടെ മാർഗമായ സുന്നത്ത് ജമാഅത്തിലുള്ളത് എന്ന്. അതങ്ങനെ തന്നെ എല്ലാവരും പറയാം. അത് അവകാശവാദങ്ങളാണ്, അല്ലെ? സാക്ഷാൽ ഇബ്ലീസ് അവന്റെ അവകാശവാദം എന്തായിരുന്നു? സ്വർഗം നഷ്ടപ്പെടുത്താൻ വരുന്ന ആളുകളുടെ മുഴുവനും അവകാശവാദം അവരാണ് സംസ്കാരത്തിന്റെ ആളുകൾ, അവരാണ് ശരീര ആളുകൾ, അവരാണ് സ്വർഗത്തിന്റെ ആളുകൾ, അവരാണ് യഥാർത്ഥ വിശ്വാസത്തിന്റെ ആളുകൾ, അവരാണ് സന്മാർഗത്തിന്റെ ആളുകൾ. ഏറ്റവും വലിയ മാർഗഭ്രംശം സംഭവിച്ച സാക്ഷാൽ ഇബ്ലീസ് സ്വർഗം വാഗ്ദാനം നൽകിയിട്ടല്ലേ സ്വർഗം നഷ്ടപ്പെടുത്തിയത്? ഇബ്ലീസിന്റെ സ്വർഗം നഷ്ടപ്പെടുത്താൻ ഇബ്ലീസ് മുന്നിൽ വെച്ച പ്രമേയം എന്താ? സ്വർഗം, ശാശ്വത സ്വർഗം. നിങ്ങൾക്ക് ശാശ്വതമായി സ്വർഗത്തിൽ കിടക്കാൻ ആഗ്രഹമില്ലേ? ആർക്കാണ് ആഗ്രഹമില്ലാത്തത്? എങ്കിൽ നിങ്ങൾ ആ വൃക്ഷത്തിലെ പഴം കഴിക്കണം. സ്വർഗം കാണിച്ചിട്ടാണ് ഇബ്ലീസ് നമ്മുടെ സ്വർഗത്തിൽ നിന്ന് പുറത്തു കൊണ്ടുപോയത്. അവൻ പറഞ്ഞു തന്നെ ഞാൻ സുന്നത്ത് ജമാഅത്തിന്റെ വഴിയിൽ കുത്തിയിരിക്കും. അവൻ സുന്നത്ത് ജമാഅത്തിന്റെ കുപ്പായം ഇട്ടുണ്ടാകും എന്നാണ് അവൻ പറഞ്ഞത്. ഞാൻ സ്വർഗ വഴിയിൽ ഉണ്ടാകും എന്നാണ് ഇബ്ലീസ് പറഞ്ഞത്. ഏറ്റവും വലിയ ശൈത്താനാണല്ലോ, മനുഷ്യന്റെ ശൈത്താനാണല്ലോ. ആര്? ഫിർഔൻ. അയാൾ പറഞ്ഞെന്താ? ശരീര മാർഗത്തിലേക്കല്ലാതെ ഞാൻ നിങ്ങളെ വഴി നടത്തുന്നില്ല. എല്ലാവരും അങ്ങനെ തന്നെയാണ് അവകാശപ്പെടുക. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു 7084 ഹദീസായി രേഖപ്പെടുത്തുന്നുണ്ട്. ഈ ഉമ്മത്തിലെ പിന്തിരിപ്പൻ കക്ഷികളിലും ഈ ഉമ്മത്തിലെ വ്യതിചലിച്ച കക്ഷികളിൽ ഈ ഉമ്മത്തിൽ ഒന്നാമത്തെ അവാന്തര വിഭാഗങ്ങളിൽ പ്രധാനപ്പെട്ട കക്ഷിയാണ് ഖവാരിജുകൾ. അവരെ കുറിച്ച് തങ്ങൾ പറയുന്നുണ്ട്, ദുആത്തുൻ ഇലാ അബ്വാബി ജഹന്നമ, അവർ നരകത്തിന്റെ കവാടത്തിലേക്ക് ക്ഷണിക്കുന്നവരാണ്. മൻ അജാബഹും ഇലൈഹാ, ആരെങ്കിലും അവർക്ക് അതിന് ഉത്തരം നൽകി അവർക്ക് സപ്പോർട്ട് നൽകിയാൽ ഖദഫൂഹു ഫിഹാ, അവനെ നരകത്തിൽ കൊണ്ടുപോയി തള്ളുന്നതാണ്. ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹു തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹി സിഫ്ഹും ലനാ, ഈ നരകത്തിലേക്ക് ക്ഷണിക്കുന്ന കക്ഷികളെ അങ്ങ് എനിക്കൊന്ന് വിശദീകരിച്ചു തരുമോ നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഹും മിൻ ജിൽദതിനാ വയതകല്ലമൂന ബിഅൽസിനതിനാ, അവര് നമ്മുടെ കുപ്പായമിട്ടവരാണ്, അവര് നമ്മുടെ ഖുർആൻ ഓതുന്നവരാണ്, അവര് നമ്മുടെ ഇസ്ലാം പറയുന്നവരാണ്. ഇമാം ഖാബിസി റളിയല്ലാഹു അൻഹു വിശദീകരിച്ച് പറയുന്നുണ്ട്, അന്നഹും ഫിൽ ളാഹിരി അലാ മില്ലത്തിനാ, പ്രത്യക്ഷത്തിൽ അവർ ഖുർആൻ ഓതും, പ്രത്യക്ഷത്തിൽ അവർ ഹദീസ് ഓതും, പ്രത്യക്ഷത്തിൽ അവർ നിസ്കാരം ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഖവാരിജുകളെ കുറിച്ച് തങ്ങൾ പറഞ്ഞു തന്നെന്താണ്? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവരെ കുറിച്ച് തങ്ങൾ പറഞ്ഞ ഹദീസുകൾ വിശദീകരിക്കാൻ ഒരുപാട് പേജുകൾ ചെലവഴിച്ചിട്ടുണ്ട്. അതിലൊരു ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസ് കാണാം, സയഖ്റുജു ഫീ ആഖിരിസ് സമാനി ഖൗമുൻ അഹദാത്തുൽ അസ്ലാൻ, ചെറുപ്പക്കാരായ ഒരു വിഭാഗം അന്ത്യനാളിൽ വരാനുണ്ട്. സുഫഹാഉൽ അഹ്ലാം,
അവർക്ക് അന്തം കുറവാണ്, ബുദ്ധിശൂന്യരാണ് അവർ. യഖൂലൂന മിൻ ഖൈരി ഖൗലിൽ ബരിയാ, ഒരു ഖുർആൻ പറഞ്ഞിട്ടാണ് വരിക, പക്ഷേ അത് തൊണ്ടയിൽ നിങ്ങോട്ട് ഇറങ്ങൂല. യംറുഖൂന മിനദ്ദീൻ, അവർ ദീനിൽ നിന്ന് തെറിച്ചു പോയവരാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ ഹുക്മ ഇല്ലാ ലില്ലാഹ്. ഇമാം നബവി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചത് എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്? ഖുർആൻ ഓതിയിട്ട് കടന്നു വന്ന ഖവാരിജുകളെ കുറിച്ച് തങ്ങൾ പറഞ്ഞില്ലേ, അവരെ കുറിച്ച്. യഖ്റുജു ഖൗമുൻ മിൻ ഉമ്മത്തി യഖ്റഊനൽ ഖുർആൻ, എൻ്റെ ഉമ്മത്തിൽ ഒരു വിഭാഗം വരാനുണ്ട്, അവർ ഖുർആൻ ഓതും. സാന്ദർഭികമായി നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ചിലപ്പോൾ ആൾക്കാർ ചോദിക്കും, എന്താപ്പോ മുജാഹിദിന് എന്താ കുഴപ്പം, തബ്ലീഗിന് എന്താ കുഴപ്പം, മൗദൂദിക്ക് എന്താ കുഴപ്പം? അങ്ങനെ തുടങ്ങിയിട്ട് പോലും നമ്മൾ നിസ്കരിക്കണ പോലെ കാബത്തേക്ക് തിരിച്ചിട്ടല്ലേ നിസ്കരിക്കുന്നത്. അവരെ പള്ളി തിരിച്ചു വെച്ചിരിക്കുന്നത് കാബത്തേക്ക് ഇങ്ങനല്ലേ? ഓല പള്ളികളിലെ ഖുർആൻ നമ്മൾ ഓതുന്ന മുസാഫിനല്ലേ? അവർ നിസ്കരിക്കുന്നത് നമ്മൾ 5 വക്ത് നിസ്കാരം തന്നെ അല്ലേ? അവർ സക്കാത്ത് കൊടുക്കണില്ലേ? അവരും ഹജ്ജ് ചെയ്യുന്നില്ലേ? അവർക്കും താടിയില്ലേ? അവർക്കും നിസ്കാരത്താഴമ്പില്ലേ? എന്തിനാ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറഞ്ഞു കഴിയണം? അവരും ശരിയല്ലേ? ആമുഖമായും എല്ലാ സമയവും നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് ശരിയായ ആദർശത്തിന്റെ അടയാളം എന്തല്ല, നിസ്കാരമല്ല. ശരിയായ ആദർശത്തിലുള്ളവരൊക്കെ നിസ്കരിച്ചിരിക്കും, പക്ഷേ നിസ്കരിക്കുന്നവരെല്ലാം ശരിയായ ആദർശത്തിലല്ല. നിസ്കാരത്തഴമ്പുള്ളവരെല്ലാം ശരിയായ ആദർശത്തിലല്ല. നോമ്പുള്ളവരെല്ലാം ശരിയായ ആദർശത്തിലല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ തെറ്റിപ്പോകാതിരിക്കാൻ അവരെ കുറിച്ച് പ്രവചിച്ചത് ഇങ്ങനെയാണ്: യഖ്റുജു ഖൗമുൻ മിൻ ഉമ്മത്തി യഖ്റഊനൽ ഖുർആൻ. കള്ളുകുടിക്കുന്ന ഒരു വിഭാഗം വരും. ആദർശ വ്യതിയാനം സംഭവിച്ചവരെ കുറിച്ച് തങ്ങൾ പറഞ്ഞത് അവർ വ്യഭിചാരികളായിരിക്കുമെന്നല്ല, അവർ മദ്യപാനികളായിരിക്കുമെന്നല്ല, അവർ പെണ്ണുപിടിയന്മാരായിരിക്കുമെന്നല്ല, അല്ലെങ്കിൽ അതുപോലത്തെ പ്രത്യക്ഷത്തിൽ നമ്മൾ തോന്നിവാസമായി കാണുന്ന കാര്യങ്ങളല്ല അവരടയാളമായി തങ്ങൾ പറഞ്ഞത്. പിന്നെയോ ഏറ്റവും നമ്മൾ നന്മയുടെ അടയാളമായി ഞങ്ങൾ പറയാറുള്ള ഖുർആൻ. തങ്ങൾ പറയുന്നു അവർ ഖുർആൻ ഓതും. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, ലൈസ ഖിറാഅതുകും ഇലാ ഖിറാഅതിഹിം ബിശൈ. സ്വഹാബത്തിനോടാ പറയുന്നത്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കം, നിങ്ങൾ ഖുർആനോത്തും അവർ ഖുർആനോത്തും താരതമ്യം ചെയ്താൽ നിങ്ങൾ ഖുർആനോത്തും ഒന്നുമല്ല. അത്രയും വലിയ ഖുർആനോത്തുകാരാണ്. ഖവാരിജുകളെ കുറിച്ച് പിന്നീട് ചരിത്രം രേഖപ്പെടുത്തപ്പെടുന്ന ഖുർആ ഏറ്റവും വലിയ ഖുർആനോത്തുകാർ. നേരം 12 മണി രാത്രിയായാലും ഖുർആനോത്ത് നിർത്താതെ ക്ഷീണിച്ചാലും ഖുർആൻ ഓതി ജീവിച്ചിരുന്ന വിഭാഗം. റസൂലുള്ളാഹ് അവരുടെ നേതാവിന്റെ അടയാളം പറഞ്ഞിരുന്നുണ്ട്, വബൈന ഐനൈഹി അഥറുസ് സുജൂദ്. അവന്റെ 2 കണ്ണിനിടയിൽ അവന്റെ നെറ്റിത്തടത്തിൽ നിസ്കാരത്തഴമ്പുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വലാ സ്വലാത്തുകും ഇലാ സ്വലാത്തിഹിം ബിശൈഇൻ. സ്വഹാബത്തിനോടാണ് പറയുന്നത്, നിങ്ങളുടെ നിസ്കാരത്തെക്കാളും വലിയ നിസ്കാരക്കാരാണ് അവർ. നിസ്കാരക്കാരായി ജീവിക്കുന്ന പലരുമുണ്ട്. നിസ്കാരത്തിന്റെ പേരിൽ പ്രവർത്തിച്ച ആളുകളെ ഇസ്ലാം എന്ന് പറഞ്ഞ് ആളുകളെ കൂട്ടുന്നവരുണ്ട്. പക്ഷേ തങ്ങൾ പറഞ്ഞൊരു കാര്യം എത്ര സത്യമാണ്. പിഴച്ച കക്ഷികളെ കുറിച്ച് തങ്ങൾ പറഞ്ഞപ്പോ സ്വഹാബത്തിന്റെ നിസ്കാരത്തെക്കാളും കൂടുതൽ നിസ്കരിക്കുന്നവർ, ഞാൻ പുറത്ത് പറയാനില്ലല്ലോ, സ്വഹാബത്തിന്റെ നിസ്കാരത്തെക്കാളും കൂടുതൽ അവർക്ക് നിസ്കാരം ഉണ്ടാകും. നിങ്ങളുടെ നോമ്പിനേക്കാളും വലിയ നോമ്പുകാരാണ് അവർ. റസൂൽ പറഞ്ഞ മറ്റൊരു ഹദീസിൽ കാണാം, അവർക്ക് തിങ്കളാഴ്ച നോമ്പാണ്, അവർക്ക് വ്യാഴാഴ്ച നോമ്പാണ്, പകൽ സമയങ്ങളിൽ നോമ്പാണ്, രാത്രി സമയങ്ങളിൽ വിത്ർ ചിലപ്പോൾ 11 അവർ നിസ്കരിക്കുന്നുണ്ടാകും, സുന്നത്തൊന്നും അവർ ഒഴിവാക്കുന്നുണ്ടാകില്ല, തഹജ്ജുദും അവർ എഴുന്നേറ്റ് നിസ്കരിക്കുന്നുണ്ടാകും. തങ്ങൾ പറയുകയാണ്, അവര് വിചാരിക്കുന്നത് യഹ്സബൂന അന്നഹു ലഹും, ഖുർആൻ ഓതുമ്പോൾ അവരെ വിചാരം ഖുർആൻ അവർക്ക് അനുകൂലമാണെന്നാണ്. വഹുവ അലൈഹിം, എന്നാൽ ഖുർആൻ അവർക്ക് പ്രതികൂലമാണ്. ലാ തുജാവിദു സ്വലാത്തുഹും, അവരെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കൂല. യംറുഖൂന മിനൽ ഇസ്ലാം, അവരെ നിസ്കാരം അല്ലാഹു ഇസ്ലാമായി കണ്ടിട്ടില്ല. അവരെ നോമ്പ് അല്ലാഹുവിന് വേണ്ട. അവരെ സക്കാത്തും ഇസ്ലാമല്ല, അവരെ ഹജ്ജും ഇസ്ലാമല്ല, അവരെ ഉംറയും ഇസ്ലാമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത് ആദർശത്തിന്റെ അടയാളം നിസ്കാരമല്ല.
ശരിയായ വഴിയുടെ അടയാളം അത് നോമ്പിനെയല്ല പറഞ്ഞത്. ശരിയായ ആദർശത്തിലുള്ളവർ നിസ്കരിച്ചിരിക്കും. നിസ്കാരം ഖദാ ആകാൻ പാടില്ല, നോമ്പ് ഖദാ ആകാൻ പാടില്ല, സക്കാത്ത് കൃത്യമായി കൊടുത്തു വീട്ടണം, ഹജ്ജ് ബാധ്യതയുള്ളവരൊക്കെ അത് നിർവഹിക്കണം. അതിലൊന്നും സംശയമില്ല. അവനെ സ്വർഗം ലഭിക്കുകയോ അതും സംശയമില്ല. പക്ഷേ കർമ്മത്തെക്കാളും ഇസ്ലാം വില നൽകുന്നത് ഈമാനിനാണ്. ഈമാനിന് വലിയ ഭംഗം വരുത്തുന്നത് കുഫറാണ്. അതുപോലെ ഈമാനെ നശിപ്പിച്ച് കളയുന്നതാണ് ബിദ്അത്ത്. തങ്ങൾ പറഞ്ഞില്ലേ, ലാ യഖ്ബലുല്ലാഹു ലിസ്വാഹിബി ബിദ്അ. ഒരു ബിദ്അത്ത്കാരനിൽ നിന്ന്, സ്വഹാബത്തിന്റെ വഴിയിൽ നിന്ന് വ്യതിചലിച്ചു പോയവനിൽ നിന്ന്, പരിശുദ്ധ ഇസ്ലാമിൽ പ്രമാണങ്ങളില്ലാതെ കടത്തിക്കൂട്ടിയവനിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കൂല. നോമ്പ് സ്വീകരിക്കൂല, വലാ സ്വലാത്തൻ നിസ്കാരം സ്വീകരിക്കൂല, വലാ ഹജ്ജൻ ഹജ്ജ് സ്വീകരിക്കൂല, വലാ ഉംറ സ്വീകരിക്കൂല, വലാ ജിഹാദും സ്വീകരിക്കൂല, വലാ സർഫൻ വലാ അദ്ല. ഒരു സുന്നത്തോ ഫർദോ ആയ ഒരു കർമ്മവും അല്ലാഹു സ്വീകരിക്കില്ല. മുഹമ്മദ് റസൂലുള്ളാഹി അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അങ്ങനെ കുടുങ്ങിപ്പോയവരുണ്ട്. ഒരു നല്ല നിസ്കരിക്കുന്നവരാണല്ലോ, ഒരു നല്ല ഹജ്ജ് ചെയ്യുന്നവരാണല്ലോ, ഓർക്ക് നല്ല നിസ്കാരത്താമ്പുണ്ടല്ലോ, ഓലെ കയ്യിൽ തസ്ബീഹുമാലുണ്ടല്ലോ. ഒടുങ്ങിപ്പോകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് കണ്ടുകൊണ്ട് ശരിയെ നാം മനസ്സിലാക്കരുത്. പിന്നെയോ ശരിയുടെ അടയാളം നബി തങ്ങൾ പറഞ്ഞത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. എന്തിന് അങ്ങോട്ടൊന്നും പോണ്ട, എന്നും നമ്മൾ പ്രാർത്ഥിക്കാൻ ഉദ്ദേശിക്കപ്പെട്ട നിർബന്ധ പ്രാർത്ഥനയല്ലേ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. അല്ലാഹുവേ ഞങ്ങളെ നീ സ്വർഗ്ഗത്തിന്റെ വഴിയിൽ, അഥവാ യഥാർത്ഥ നിസ്കാരത്തിന്റെയും നോമ്പിന്റെയും ഹജ്ജിന്റെയും എല്ലാ നന്മയുടെയും വഴിയിൽ ഞങ്ങൾ അടിയുറപ്പിച്ച് നിർത്തണേ അല്ലാഹ്. ഏതാണ് ആ വഴി? പരിശുദ്ധ ഖുർആനിലെ പ്രഥമ സൂറത്ത് നമുക്ക് പഠിപ്പിച്ചു തന്നു. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചവരുടെ മാർഗ്ഗമാണ്. ആരാണവർ? ومن يطع الله والرسول فاولئك مع الذين انعم الله عليهم من النبيين والصديقين والشهداء والصالحين. സിറാത്തുൽ മുസ്തഖീമാണ് സ്വർഗ്ഗത്തിലേക്കുള്ള വഴി, ഇസ്ലാമാണ് സ്വർഗ്ഗത്തിലേക്കുള്ള വഴി. പക്ഷേ ഇസ്ലാം പലരും അവകാശപ്പെടും, അതെല്ലാം ഇസ്ലാമാണെന്ന് മനസ്സിലാക്കരുത്. നിസ്കാരവും നോമ്പും പള്ളിയും കണ്ടിട്ട് മാത്രം മുസ്ലിമാണെന്ന് മനസ്സിലാക്കരുത്. ഇസ്ലാമിന്റെ വഴിയായി തങ്ങൾ പറഞ്ഞതും ഖുർആൻ പഠിപ്പിച്ചതും فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين. മുത്തനബി ജീവിച്ചു എന്ന മാർഗത്തിലാണ്, ശുഹദാക്കളാകുന്ന മഹാസുദ്ദീഖീങ്ങളാകുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോലത്തെ സഹാബത്ത് കാണിച്ച മാർഗത്തിലാണ്, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പോലത്തെ ശുഹദാക്കൾ കാണിച്ചെന്ന മാർഗത്തിലാണ്. വസ്സാലിഹീൻ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പോലെയുള്ള മഹത്തുക്കൾ നിലനിന്ന് ജീവിച്ച് കാണിച്ചു തന്ന മാർഗത്തിലാണോ നിലനിൽക്കുന്നത് അവരാണ് ഖുർആൻ അനുസരിക്കുന്നവെങ്കിൽ, ഹദീസ് സ്വീകരിക്കുന്നവെങ്കിൽ അവർ ഈ പറഞ്ഞ ആളുകളോടൊപ്പമായിരിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ പച്ചയായി നമ്മളെ പഠിപ്പിച്ചതാണ്. പിഴച്ചു പോവാൻ ഒരു പഴുതുമില്ല, എല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് പരിശുദ്ധ ഖുർആനും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും. ഞാൻ പറഞ്ഞത് ആദരവിന്റെ അടയാളം, ആദരവാണ് ശരീര അടയാളം. പിന്നെയോ പിഴവിന്റെ അടയാളം അനാദരവ്. പിഴവിന്റെ അടയാളം അനാദരവ്. എന്താ? സ്വഹാബത്ത് പറഞ്ഞു ഞങ്ങൾക്ക് സ്വീകാര്യം. സ്വഹാബത്തിന്റെ ആൾക്കാരാണ് പറയും. തങ്ങൾ പറഞ്ഞില്ലേ യകൂനു ഫി ആഖിരി സമാൻ ദജ്ജാലൂന കദ്ദാബൂൻ. അന്ത്യനാളിൽ വിഭാഗം വരും, ദജ്ജാലൂൻ. അവർക്ക് സ്വഹാബത്തിന്റെ മുഖംമൂടി ഉണ്ടാകും. സലഫികൾ എന്നാണ് അവരുടെ പേര്. കദ്ദാബൂൻ, പക്ഷേ പച്ചക്കളവാണ് പറയുന്നത്. എന്റെ അടയാളം സ്വഹാബത്ത് പറഞ്ഞത് പറയാത്തതാണ് അവർ പറയുന്നത്. സ്വഹാബത്തിന്റെ നിലപാടുകൾക്ക് വിരുദ്ധമായിട്ടാണ് അവർ പറയുന്നത്. പക്ഷേ പേരോ സ്വഹാബത്തിന്റെ മാർഗത്തിൽ എന്നാണ്. പിഴവിന്റെ അടയാളമായി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചത് എന്താണ്? മഹത്തുക്കളെ നിസാരപ്പെടുത്തലാണ്. കാരണം പിശാച് പിഴച്ചു പോയത് എങ്ങനെയാണ്? മഹത്തുക്കളെ നിസാരപ്പെടുത്തിയത് കൊണ്ടല്ല. അന്ന ജമീഅ അസ്ഹാബിൽ ബിദ്അ വദ്ദലാല യദ്ഖൂലൂന ജഹന്നമ. എല്ലാ ബിദ്അത്തുകാരും നരകത്തിലേക്കാണ് വഴി നടത്തുന്നത്. ലഅന്ന കുല്ലഹും മുതാബിഊന ലിബ്ലീസ്. കാരണം അവരൊക്കെ ഇബ്ലീസിന്റെ
അനുയായികളും അവന്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്നവരുമാണ്. അവന്റെ മാർഗത്തിൽ സഞ്ചരിക്കുമ്പോ അവൻ എങ്ങനെയാണോ പിഴച്ചത് ആ ഒന്നുകൊണ്ടായിരിക്കും അവർ പിഴച്ചത്, സംശയമില്ല. ഈ ഉമ്മത്തിൽ ആദ്യത്തെ പിഴച്ച കക്ഷികളാണ് ഖവാരിജും റാഫിദത്തും. റാഫിദത്തിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, സയതി ബഅദി ഖൗമുൻ, എനിക്ക് ശേഷം ഒരു പാർട്ടി വരാനുണ്ട്, അവർക്ക് അടയാളമുണ്ട്, യുഖാലുഹും അർ-റാഫിദ, അവരുടെ പേര് റാഫിദത്ത് എന്നാണ്, അവരോട് നിങ്ങൾ സമരം ചെയ്യണം. അപ്പൊ ചോദിച്ചു സഹാബ, മൽ അലാമത്തു ഫീഹിം യാ റസൂലല്ലാഹ്, എന്താണ് ഒരു അടയാളം? അങ്ങക്ക് ശേഷം ഇസ്ലാമിൽ കടന്നു വരുന്ന ഫിത്നയുടെ ആളുകൾ അവരുടെ അടയാളം എന്താണ്? തങ്ങൾ പറഞ്ഞത് എന്താണ്? നിങ്ങളിലില്ലാത്തത് ഉണ്ടാക്കി കെട്ടിച്ചവച്ച് പറയുന്നവരാണ്. നിങ്ങൾ അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കുന്നുണ്ടാവുള്ളൂ, പക്ഷേ നിങ്ങളെ കുറിച്ച് പറയും നിങ്ങൾ അല്ലാഹ് അല്ലാത്തവരെ ആരാധിക്കുന്നവരാണെന്ന്. നിങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദരിക്കുകയാണ് ചെയ്യുന്നുണ്ടാവുക, പക്ഷെ അവർ പറയും നിങ്ങൾ മുത്തുനബി ആരാധിക്കുകയാണെന്ന്. നിങ്ങളില്ലാത്ത കെട്ടുകഥകൾ കെട്ടിച്ചമച്ച് പറയും അവർ. എന്നിട്ട് തങ്ങൾ പറഞ്ഞത് എന്താണോ, യുദ്അനൂന അല സലഫി, അവരെ പേര് സലഫികളാണെങ്കിലും അവർ സലഫിനെ കൊച്ചാക്കുന്നവരാണ്. സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ എന്ന ആയത്ത് സ്വഹാബത്തിന്റെ മഹത്വം പഠിപ്പിക്കാൻ വേണ്ടി അല്ലാഹു ഇറക്കി തന്ന ആയത്താണ്. ആയത്തിനെ വിശദീകരിച്ച് ഇബ്നു കസീർ പറയുന്നുണ്ട്, ഫയാ വൈലമൻ അബഗദഹും ഔ സബ്ബഹും ഔ അബഗദ ഔ സബ്ബ ബഅദഹും, സ്വഹാബത്തിനെ കൊച്ചാക്കിയവർക്കാണ് സർവനാശവും. ലാസിയമാ സയ്യിദ് സ്വഹാബ ബഅദ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഖൈറഹും അഫ്ദലഹും അലിയ സിദ്ദീഖ് അക്ബർ വൽ ഖലീഫത്തുൽ ആദം, പ്രത്യേകിച്ച് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ നിസാരപ്പെടുത്തിയ ഒരു വിഭാഗമുണ്ട്. ഫഇന്ന ത്വായിഫത്തുൽ മഖ്ദൂലത മിനർ റാഫിദ, റാഫിദത്ത് എന്ന പിഴച്ച കക്ഷികൾ യുആദൂന അഫ്ദലസ് സ്വഹാബ, അവർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ശാസ്ത്രവും വെച്ച് പുലർത്തിയവരാണ്. വയുബഗിദൂനഹും, സഹാബത്തിനെ ദേഷ്യം പിടിപ്പിച്ചവരും വെറുപ്പിച്ചവരുമാണ്, അവരെ ചീത്ത പറഞ്ഞവരാണ്. അയാദം ബില്ലാഹ്, അല്ലാഹു കാക്കട്ടെ. വഹദാ യദുല്ലു അലാ അന്ന ഉഖൂലഹും മഅകൂസ, സഹാബത്തിനെ നിസാരപ്പെടുത്തിയപ്പോൾ നമുക്ക് മനസ്സിലായി അവരെ ബുദ്ധി തിരിഞ്ഞതാണ്, തലതിരിഞ്ഞ ബുദ്ധിക്കാരാണ്. തങ്ങൾ പറഞ്ഞില്ലേ സുഫഹാഉൽ അഹ്ലാം, അന്തംഗമ്മികളാണ് അവര്. വഖുലൂബുഹും മൻകൂസാ, അവർ ഹൃദയം തിരിഞ്ഞു പോയതാണ്. ഫഅയ്ന ഹൗലാഇ മിനൽ ഈമാൻ ബിൽ ഖുർആൻ, അവർ ഖുർആനിന്റെ ആളുകളാണെന്ന് പറയുന്നുണ്ടെങ്കിലും അവരും ഖുർആനും എന്ത് ബന്ധമാണ്? കാരണം ഖുർആൻ സ്വഹാബത്തിനെ അനുസരിക്കണമെന്ന് പറഞ്ഞതല്ലേ. അമ്മാ അഹ്ലുസ് സുന്ന, എന്നാൽ ശരിയുടെ മാർഗമാകുന്ന സുന്നത്ത് ജമാഅത്തിന്റെ അടയാളം എന്താണ്? ഫഇന്നഹും യതറദ്ദൗന അമ്മൻ റളിയല്ലാഹു അൻഹും, അല്ലാഹു പൊരുത്തപ്പെട്ട സ്വഹാബത്തിനെ അംഗീകരിക്കുന്നവരാണ്. വയുവാലീന മയ്യുവാലില്ലാഹ്, അല്ലാഹു ഇഷ്ടപ്പെട്ട ഔലിയാക്കളോട് സ്നേഹം പുലർത്തുന്നവരാണ്. വയുആദൂന മയ്യുആദില്ലാഹ്, അല്ലാഹുവിനോട് ശത്രുത വെച്ച് പുലർത്തിയ ബിദ്അത്തുകാരോട് ശത്രുതയുള്ളവരാണ്. വഹും മുത്തബിഊന, അവർ പൂർവികരായ മഹത്തുക്കൾ അനുധാവനം ചെയ്യുന്നവരാണ്. വലാ മുബ്തദിഊന, അവർ സ്വന്തമൊന്നും മെനഞ്ഞുണ്ടാക്കുന്നവരല്ല. വയഖ്തദൂൻ, അവർക്ക് മുൻഗാമികളിൽ മാതൃകയുണ്ടാകും. വലാ യഖ്തദൂന, അവർ പുതുതായി ഒന്നും ഇമാമുകളുടെ പിന്തുണയില്ലാതെ തുടങ്ങൂല. വലിഹാദാഹും ഹിസ്ബുല്ലാഹ്, ഇമാമിങ്ങളെ പിന്തുടർന്നത് കൊണ്ട് തന്നെ അവരാണ് അല്ലാഹുവിന്റെ പാർട്ടി. അൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയിക്കുന്നവർ. വഇബാദുൽ മുഅ്മിനൂൻ, അവരെ മാത്രമാണ് മുഅ്മിനീങ്ങളെന്ന് ഇബ്നു കസീർ രേഖപ്പെടുത്തുകയാണ്. ഈ ഉമ്മത്തിനെ പിഴപ്പിക്കാൻ വേണ്ടി ആദ്യമായി കടന്നു വന്ന അവാന്തര വിഭാഗങ്ങളിൽ ഒന്നാം നിരക്കാരായ റാഫിദത്തിന്റെ അടയാളമായി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് ആരെയാണ്? റാഫിദത്തിനെയാണ്. ആ റാഫിദത്തിന്റെ അടയാളം തങ്ങൾ പറഞ്ഞത് എന്താണ്? യുതഈനൂന അലസ് സലഫി, അവർ സലഫിനെ എന്താകും? അവർ സലഫിനെ തള്ളും, അവർ സലഫിനെ കൊച്ചാക്കും. ആരാണ് സലഫിനെ കൊച്ചാക്കിയത്? ആരാണ് സലഫിനെ കൊച്ചാക്കിയത്? എല്ലാവരും സലഫിനെ അംഗീകരിക്കണം എന്ന് പറയും. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, റസൂൽ പറഞ്ഞു ജിൽദത്തുഹും, അവരെ തൊലി നമ്മൾ തന്നെയാണ്, പ്രത്യക്ഷത്തിൽ നമ്മൾ ആൾക്കാരാണ്. പക്ഷെ തെറ്റാലും അത് മുഖംമൂടിയാണ്. കാരണം സഹാബത്തിനെ സ്വീകരിക്കണമെന്ന് ഈ ഇതിലെഴുതി ഞാൻ വായിച്ചു നേരത്തെ, ജീവിതം എങ്ങോട്ട് എന്ന് പറഞ്ഞ പറവൂര് പുസ്തകം. ആ പുസ്തകത്തിൽ എഴുതിയ അവർ തന്നെ കോഴിക്കോട് നടന്ന 2012 നടന്ന സമ്മേളനം, മുജാഹിദ് 8ാം സംസ്ഥാന സമ്മേളനത്തിന്റെ സ്വാഗതം. അതിൽ പറയാം,
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് തന്നെ കേരളത്തിൽ ഇസ്ലാം എത്തിയിട്ടുണ്ട്. ചിലപ്പോൾ ചോദിക്കലുണ്ട്, ഇസ്ലാം കേരളത്തിൽ സ്വഹാബത്തിന്റെ കാലത്തൊന്നും എത്തിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാം കേരളത്തിൽ എത്തിയിട്ടുണ്ട്. വ്യാപാരികളായ അറബി മുസ്ലിങ്ങൾ ഈ നാട്ടുകാരുമായി ഇടപഴകിയപ്പോൾ ഇസ്ലാമിക സാഹോദര്യവും മനുഷ്യ സമത്വവും ദാനധർമ്മശീലവും ഏകദൈവാരാധനയും ആരാധനാക്രമ രീതികളും ഈ നാട്ടുകാരെ ഹഠാതാകർഷിച്ചിരിക്കണം. ഹിംസ്രജന്തുക്കളടക്കം സകല കല്ലും കുറ്റിയും ആരാധിക്കപ്പെട്ടിരുന്ന ഒരു കാലം സവർണ മേധാവിത്വം അതിരുവിട്ടതിനാൽ അസ്തിത്വം നഷ്ടപ്പെട്ട താഴ്ന്ന ജാതിക്കാർ സ്വാഭാവികമായും ഒരു സ്വാതന്ത്ര്യം അന്വേഷിച്ചിരിക്കണം. അങ്ങനെ അവർ ജാതിവർഗ വർണ്ണ വിവേചനമില്ലാത്ത ഇസ്ലാമിലേക്ക് ആകർഷിക്കപ്പെട്ടു. അവർ മുസ്ലിങ്ങളായി. അങ്ങനെയാണ് കേരളത്തിൽ മുസ്ലിങ്ങൾ ഉണ്ടായത്. ഇനി പറഞ്ഞു ശ്രദ്ധിക്കണം, കേരളത്തിൽ പേരിൽ മുസ്ലിങ്ങളായെങ്കിലും വിശുദ്ധ ഖുർആനിന്റെയും നബിയുടെയും വെളിച്ചത്തിലും ഇസ്ലാമിനെ പഠിക്കുവാനുള്ള അവസരം അവർക്ക് ലഭിച്ചില്ല. ആർക്ക് ലഭിച്ചില്ല? 10ഓളം പള്ളികൾ സ്വഹാബത്തിന്റെ കാലഘട്ടത്തിലും തൊട്ടടുത്ത കാലത്തുമായി കേരളത്തിന്റെ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ആ പള്ളിക്കാടുകളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന തല ഉയർത്തി നിൽക്കുന്ന മീസാൻ കല്ലിന് താഴെ അന്തിയുറങ്ങുന്ന നമ്മുടെ പൂർവീകരായ മഹത്തുക്കളും താബീങ്ങളും മഹാന്മാരായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമുഖത്തിൽ എന്ന പരിശുദ്ധ ദീനിന്റെ എല്ലാ മാതൃകളും പഠിച്ച് ഖുർആൻ പഠിച്ച് ഇസ്ലാം പഠിച്ച് ഹദീസ് പഠിച്ചു വന്ന സ്വഹാബത്ത് മുഖേന ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഈ ഉമ്മത്തിലെ ഈ കേരളത്തിലെ ഇസ്ലാമിന്റെ ഒന്നാം തലമുറക്കാർ അവര് പേരിൽ മാത്രം മുസ്ലിമീങ്ങളായിരുന്നു എന്ന് പറഞ്ഞാൽ ഒന്ന് അവരെ കൊച്ചാക്കലാണ്, അതിനേക്കാൾ ഉപരി സ്വഹാബത്തിന് കൊച്ചാക്കലാണ്. കാരണം മുത്തുനബിയിൽ നിന്ന് പ്രബോധനം പഠിച്ച് കടന്നു വന്ന സ്വഹാബത്തിലൂടെ പഠിച്ചവര് ഓരോ പേരിൽ മാത്രം മുസ്ലിമീങ്ങളാവുകയും 13 നൂറ്റാണ്ടിന് ശേഷം കടന്നു വന്ന മുജാഹിദിന്റെ പ്രവർത്തനം മൂലമാണ് ശരിയായ ഇസ്ലാം മനസ്സിലാക്കാൻ കേരളീയർക്ക് സാധിച്ചതെന്ന് പറഞ്ഞാൽ അയ്യാദം ബില്ലാഹ് فأين هؤلاء من الإيمان بالقرآن? ഇബ്നു കതീറിന്റെ ചോദ്യം പ്രസിദ്ധമാണ്. ഇവരും ഖുർആനും എന്ത് ബന്ധമാണുള്ളത്? സ്വഹാബത്തിനെ നിസ്സാരപ്പെടുത്തുകയല്ലേ? തീർന്നില്ല. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണമാണ് അൽമനാർ. തറാവീഹ് ഞാൻ പറഞ്ഞല്ലോ, യുക്തിവാദമാണ് തറാവീഹിന്റെ പേരിലും എല്ലാ വിഷയത്തിലും കൊണ്ടുവരുന്നത്. കാരണം തറാവീഹ് അതിനവർ ഉദ്ധരിക്കുന്ന ഹദീസ് രേഖപ്പെടുത്തിയ പണ്ഡിതന്മാരൊക്കെ നിസ്കരിച്ചത് 20 20ന്റെ താഴെ റക്അത്ത് അവരാരും പറഞ്ഞിട്ടില്ല. അവരെല്ലാം നിസ്കരിച്ച റക്അത്തിന്റെ എണ്ണം 20. ആ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ ഒരു മുഖവിലക്കും എടുക്കാതെ സ്വഹാബത്തിനെ തന്നെ മോശമാക്കുന്നത് കാണുക. തറാവീഹ് യഥാർത്ഥത്തിൽ ദീനായ ഒരു അമല് ഉമർ ചെയ്തോ ഇല്ലേ എന്ന് നോക്കുകയല്ലല്ലോ, ശരിയോ തെറ്റോ എന്ന് തീരുമാനിക്കേണ്ടത്. എന്ത് ഒരു കാര്യം ശരിയോ തെറ്റോ തീരുമാനിക്കേണ്ടത് ആര് പറഞ്ഞു നോക്കിയിട്ടാണ് നേരത്തെ പറഞ്ഞത്? സ്വഹാബത്ത് പറഞ്ഞതുപോലെ മനസ്സിലാക്കണം, അവരാചരിച്ചതുപോലെ ആചരിക്കണം. അപ്പൊ സ്വഹാബത്തിന്റെ ആൾക്കാർ. എന്നാൽ അൽമനാർ എന്ന അവരുടെ പുസ്തകത്തില് 2001 47ാമത്തെ പേജിലെ അതിൽ പറയണെന്താ, യഥാർത്ഥത്തിൽ ദീനായ ഒരു അമൽ അഥവാ ഒരു ആചാരം ഉമർ ചെയ്തോ ഇല്ലേ എന്ന് നോക്കിയല്ലോ ശരിയോ തെറ്റോ എന്ന് തീരുമാനിക്കേണ്ടത്. അല്ലാഹുവിന്റെ റസൂലിനെയാണ് അതിൽ ആശ്രയിക്കേണ്ടത്. കാര്യത്തിൽ സംശയമില്ല, അതിലാർക്കും സംശയമില്ല. അല്ലാഹുവിന്റെ റസൂലിനെയാണ് ആശ്രയിക്കേണ്ടത്. പക്ഷേ അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് തറാവീഹ് നിസ്കാരം കണ്ടും കേട്ടും അനുഭവിച്ചും പഠിച്ചത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. അവരെ നോക്കാതെ തങ്ങളിലേക്ക് പോയാൽ അതിനർത്ഥം എന്താ? ഉമർ തങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ല. പിന്നെയോ അതും കഴിഞ്ഞ് അതിന്റെയും നൂറ്റാണ്ടുകൾ പിന്നിട്ട് കടന്നു വന്ന ഞങ്ങൾക്കാണ് മുത്തുനബിയുടെ ഹദീസ് മനസ്സിലായതെന്ന് പറഞ്ഞാൽ അത് സ്വഹാബത്തിന്റെ തള്ളലാണ്. ഉമർ തങ്ങൾക്ക് ദീൻ മനസ്സിലായിട്ടില്ലെന്ന് പറയലാണ്. തറാവീഹ് നിസ്കാരത്തെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് യുക്തമായ റിപ്പോർട്ട് വന്നിരിക്കെ ഉമർ പറഞ്ഞുവെന്ന് പറഞ്ഞാൽ തന്നെ അതിന് സ്വീകാര്യതയില്ല. ഈ ഉമ്മത്തിൽ തങ്ങൾ കഴിഞ്ഞാൽ 2ാം സ്ഥാനക്കാരനായ നിങ്ങൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോ അലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനിൽ മഹ്ദിയീന, അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോ
നിങ്ങൾ അനുസരിക്കേണ്ടത് ഖുലഫാഉർ റാഷിദിനെയാണെന്ന് പ്രത്യേകം തങ്ങൾ പരാമർശിച്ചിട്ടുള്ള ഉമർ തന്ന വഴിയിൽ പിന്നെ പിശാച് ഉണ്ടാകില്ലെന്ന് പുത്തുനബി പറഞ്ഞിട്ടുള്ള, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുള്ള, അവരിൽ ആര് നിങ്ങൾ അനുധാപനം ചെയ്താലും അവർക്ക് പിഴച്ചിട്ടില്ലെന്ന് പ്രവാചകർ പറഞ്ഞ അതിലൊന്നാം നിരക്കാരനായ ഉമർ തങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ബുഖാരിയിൽ ഹദീസ് വന്നു കഴിഞ്ഞാൽ, സ്വഹീഹായ ഹദീസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഉമർ പറഞ്ഞുവെന്ന് പറഞ്ഞാൽ തന്നെ അതിന് സ്വീകാര്യതയില്ല. എന്നിരിക്കെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തെ ജനങ്ങൾ ചെയ്തു വന്നതിന് പ്രസക്തിയും ഇല്ല. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ ജനങ്ങൾ ആരാണ്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബീ ത്വാലിബ്, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ്, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹും. അങ്ങനെ താബിഈങ്ങളും 10,000 ലക്ഷക്കണക്കിന് വരുന്ന ആ താബിഈങ്ങളും സഹാബത്തും പറഞ്ഞതിനും പ്രസക്തിയില്ല. കാരണം ഞങ്ങൾ ബുഖാരിയിൽ ഹദീസ് കണ്ടിട്ടുണ്ട്. അപ്പൊ അന്ന് ബുഖാരി ഉണ്ടായില്ല, അതുകൊണ്ടാണ് പ്രശ്നം ഉണ്ടാവുന്നത്. അന്ന് ബുഖാരി ഇമാം ഗ്രന്ഥം രചിക്കാനുണ്ടായ സാഹചര്യം എന്താ? 10 ലക്ഷം ഹദീസ് മനപ്പാടുണ്ടായിരുന്നു ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്. പക്ഷെ അതൊക്കെ ഹൃദയസ്ഥമാക്കിയ ആളുകൾ വഫാത്തായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഹദീസുകളുടെ സംരക്ഷണത്തിന് വേണ്ടി അവർ ഗ്രന്ഥങ്ങൾ ഉണ്ടാക്കിയതാ. അത് സുദീർഘമായി ഇബ്നു തൈമിയ്യ തന്നെ പറഞ്ഞിട്ട് ആ ഭാഗം ഞാൻ പറയുന്നില്ല. അപ്പൊ ഇമാം ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതിന് സ്വീകാര്യതയില്ല. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ആളുകൾ ചെയ്തതിന് പ്രസക്തിയുമില്ല. സഹാബത്തിനെ കൊച്ചാക്കി പേര് സലഫികളെന്നാണ്. മൗദൂദികൾ അവരെ കുറിച്ച് പറയുന്നത് അവരാണ് യഥാർത്ഥ ഇസ്ലാമിന്റെ ആൾക്കാർ. പക്ഷേ മൗദൂദി പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ മൗദൂദി, അയാളുടെ പേര് അബുൽ അഅല മൗദൂദി. അയാള് ആ പ്രസ്ഥാനത്തിന്റെ പ്രഖ്യാപന മീറ്റിംഗിൽ പറഞ്ഞു തന്നെ, പാരമ്പര്യമാകുന്ന മാല ഞാൻ എൻ്റെ കഴുത്തിൽ നിന്ന് പൊട്ടിച്ചു വലിച്ചെറിയുന്നു. അതോടുകൂടെ വേര് മുറിഞ്ഞു പോയി, അതോടുകൂടി പിടുത്തം വിട്ടുപോയി. അതാണ് ഇങ്ങനെ പിടുത്തം വിട്ടുകൊണ്ടേയിരിക്കുന്നത് അല്ലെ. പണ്ട് വോട്ട് ചെയ്താ മുസ്ലിക്കായിരുന്നു, ഇപ്പോഴോ വോട്ട് ചെയ്താലേ മുസ്ലിമാവും. അത്രയും ഒരു കാരണം. പണ്ട് വോട്ട് ചെയ്താ മുസ്ലിക്കാവും, പിന്നെ അപ്പത്തിഞ്ഞൊന്നുമില്ലല്ലോ, ഓൻ ദീനിന്ന് പുറത്തു പോകും. ഇപ്പോഴോ വെൽഫെയർ പാർട്ടിക്ക് വോട്ട് ചെയ്താലേ എന്താവുള്ളൂ, ശരിയായ മുസ്ലിമിന്റെ ആൾക്കാരാവുള്ളൂ എന്നിടത്തേക്ക് പണ്ടത്തെ ശിർക്ക് തൗഹീദും ഇപ്പത്തെ തൗഹീദ് ശിർക്കും ആയ ഒരു മാർഗം. അതെന്തേ? പാരമ്പര്യമാവുന്ന പിടുത്തം വിട്ടുപോയാൽ, പട്ടം വിട്ടുപോയ പോലെ പിന്നെ പിടുത്തം ഉണ്ടാവില്ല, എങ്ങോട്ടാ പോകണമെന്ന് അറിയില്ല, അങ്ങനെ പോകും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. സാധാരണ ഈ പറഞ്ഞതൊക്കെ എല്ലാവർക്കും ബാധ കേട്ടോ. ഇതിപ്പോ ഞാനിങ്ങനെ പറഞ്ഞത് സലഫിയാൾക്ക് മാത്രമാണ്, സലഫിയാൾക്കും ബാധകമാണ്, മൗദൂദികൾക്കും ബാധകമാണ്, ഈ സംഗതി കോൽക്കുണ്ട്. അതിനേക്കാളും തബ്ലീഗുകാർക്കും ബാധകമാണ്. കാരണം തബ്ലീഗുകാർ മുഴുവനും ഈ വഹാബി പ്രസ്ഥാനത്തിന്റെ ആശയത്തിലുള്ളവരാണെന്നതിൽ യാതൊരു തർക്കവുമില്ല. ഓരോ പുസ്തകമുണ്ട് എൻ്റെ അടുത്ത് കിട്ടിയ ദൈവബന്ധ പണ്ഡിതന്മാർ നവോത്ഥാന ശില്പികൾ എന്നാണ് അതിൻ്റെ പേര്. 500 പേജ് ഉണ്ട് തോന്നുന്നു. അതിൽ മുഴുവനും ഇബ്നു അബ്ദുൽ വഹാബ് വലിയ വെള്ളി നക്ഷത്രമാണ്, ഇബ്നു തൈമിയ്യ ഭയങ്കര സംഭവമാണ്, ഇസ്തിഗാസ പാടില്ല എന്ന് തുടങ്ങിയിട്ട് സാക്ഷാൽ വഹാബിസം കുത്തി നിറച്ച പുസ്തകമാണ്. അത് തബ്ലീഗുകാർ കുഴപ്പമില്ല, ഒരു പ്രസുന്യാളാണെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ഓലാണ് വഹാബിസത്തെക്കാളും മോശക്കാർ. കാരണം റസൂൽ പറഞ്ഞില്ലേ, പ്രത്യക്ഷത്തിൽ നല്ല നിസ്കാരം, നല്ല നോമ്പ്, നല്ല ഹജ്ജ്, നല്ല സക്കാത്തൊക്കെ ഉണ്ടാകും, പക്ഷേ കുടുങ്ങിപ്പോകരുത്. കാരണം അത് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിസ്കാരം ഉണ്ടാകും, നോമ്പുണ്ടാകും, ഹജ്ജ് ഉണ്ടാകും, പക്ഷേ പിഴച്ചവർ സ്വഹാബത്തിനെ കൊച്ചാക്കിയവരാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുതുബയുടെ ഭാഷ അറബിയിലാവണമെന്ന് നമ്മൾ പറയാം. ഒരു വിഷയം തർക്കത്തിൽ വന്നാൽ ഏത് നോക്കണം അവരും പറഞ്ഞത് ഖുർആൻ സുന്നത്ത് മാത്രമല്ല, അവർ പറഞ്ഞത് ജീവിതം എങ്ങോട്ട്, വിജയിച്ച കക്ഷിയുടെ മാർഗം എന്ന പുസ്തകത്തിൽ ഒക്കെ പറഞ്ഞത് സ്വഹാബത്ത് എന്താ നിലപാടിനാണുള്ളത് ആ നിലപാടിനൊപ്പം നിൽക്കണം. ഖുതുബ അറബിയേതര ഭാഷയിൽ മാതൃഭാഷ നിർവഹിക്കണമെന്ന് കേരളത്തിൽ ആദ്യമായി പ്രമേയം അവതരിപ്പിച്ച ആളാണ് കെ.എം. മൗലവി. ആ കെ.എം. മൗലവിയുടെ ജുമുഅ ഖുതുബ എന്ന പുസ്തകത്തിലുണ്ട്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. സ്വഹാബത്ത്, താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ, സദ്വൃത്തരായ മുൻഗാമികൾ മുഴുവനും ഓതിയ ഖുതുബയുടെ ഭാഷ അറബിയിലാണ്. അറബിയല്ലാത്ത ഭാഷയിൽ അവർ ഖുതുബ ഓതിയതായി നമുക്കറിയില്ല എന്ന് മാത്രമല്ല, അവരെല്ലാം ഖുതുബ നിർവഹിച്ചത് അറബ് നാട്ടിലും അനറബ് നാട്ടിലും ഓതിയ ഖുതുബയുടെ ഭാഷ അറബിയിലായിരുന്നു എന്നും നമുക്കറിയാം. പണ്ടൊരു മുജാഹിദ് പറഞ്ഞത് അങ്ങനെ തെളിവില്ല എന്നാണ്. സഹാബത്ത് കേരളത്തിൽ അറബിയിൽ ഓതിയതിനും തെളിവില്ല എന്നാണ്. എന്നാൽ അറബിയല്ലാത്ത ഭാഷയിൽ മാതൃഭാഷയിൽ ഖുതുബ ഓതണമെന്നതിന് പ്രമേയം അവതരിപ്പിച്ച സാക്ഷാൽ കെ.എം. മൗലവി പറയുന്നു, സ്വഹാബത്തും താബിഈങ്ങളും സദ്വൃത്തരായ മുൻഗാമികൾ മുഴുവനും അറബിയിലെ ഖുതുബ ഓതിയിട്ടുള്ളൂ, അറബ് നാട്ടിലും അനറബ് നാട്ടിലും. ഇത് നമ്മുടെ സലഫികളോട് പറയുമ്പോ
അവര് വേറെ പുസ്തകമുണ്ട്, ജുമാ ഖുത്ബ എന്ന പേര് MT മൗലവി എന്ന് പറയുന്ന വാഴക്കാട്ടുകാരൻ മൗലവി എഴുതിയതാണ്. അയാൾ പറയാണ് സ്വഹാബത്ത് അങ്ങനെ ഓതിയതിന് തെളിവില്ല. ഇനി തെളിഞ്ഞാൽ തന്നെ കേരളത്തിലെ മുസ്ലിയാക്കൾ ചെയ്യുന്നത് ദീനിൽ തെളിവല്ലാത്തതുപോലെ അതും ദീനിൽ തെളിവല്ല. റസൂലുള്ളാഹി പറഞ്ഞില്ല യുത്ഇനൂന അല സലഫ്, പിഴച്ച കക്ഷിയുടെ അടയാളം തങ്ങൾ പറഞ്ഞു സലഫികളെ കൊച്ചാക്കും. കേരളത്തിലെ മുസ്ലിയാക്കളെ പോലെയാണ് ഈ സ്വഹാബത്ത്, അതും ഞങ്ങൾക്ക് തെളിവല്ല എന്ന് പറഞ്ഞ് പുച്ഛമായി സ്വഹാബത്തിനെ തള്ളി. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. റാഫിദത്തിന്റെ പിന്തലമുറക്കാർ, ഷിയാക്കളുടെ പിന്തലമുറക്കാർ, സ്വഹാബത്തിനെ കൊച്ചാക്കി ദീനിൽ നിന്ന് അകന്നു പോയ ഷിയാക്കളുടെ പിന്തലമുറക്കാരാണ് നമ്മുടെ നാടുകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ വിദഅത്ത് കക്ഷികളും. അത് മുജാഹിദാവട്ടെ, ജമാഅത്താവട്ടെ, തബ്ലീഗാവട്ടെ, എല്ലാവരും അങ്ങനെയാണ്.